അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെ 99ാമത്തെ ജന്മദിനമാണ്, ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഒരിക്കൽ സന്ത് തുക്കാറാമിനെ കുറിച്ച് ഒരു സംഭാഷണം ഉണ്ടായി ഷിർദിയിൽ വെച്ച്. അപ്പോൾ സായിനാഥൻ്റെ മുൻപിൽ വെച്ചാണ് ഈ സംഭാഷണം ഉണ്ടാകുന്നത്. തുക്കാറാമിൻ്റെ സമാധി ആഘോഷിക്കണം എന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുന്നു. സ്മരണാഞ്ജലി. ഈ ആലോചനകൾ വളരെ വിസ്തരിച്ചുള്ള ചർച്ചകൾ മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ഭഗവാൻ. അവസാനം കുറേ നേരം അത് ഭഗവാനോട് അത് ചോദിക്കുന്നില്ല, നമുക്കിത് ആഘോഷിക്കട്ടെ എന്ന് ചോദിക്കുന്നില്ല. അതിന് പകരം അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ചർച്ചയെല്ലാം അവസാനിക്കാറായപ്പോഴാണ് അതിൽ ഒരാളിന് ഒരു സംശയം ഉണ്ടായത്. ഭഗവാനോട് ചോദിച്ചില്ലല്ലോ അനുവാദം, സ്വയം തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നല്ലോ. അപ്പോൾ ചോദിച്ചു, ഭഗവാനെ അത് ചെയ്യട്ടെ. എന്താ പറയുക, നിങ്ങൾ തീരുമാനം എടുത്തില്ലേ, നീ ഇപ്പം എന്തിനാ എന്നോട് ചോദിക്കുന്നത്? പറഞ്ഞില്ല, അത് തെറ്റുപറ്റിപ്പോയതാണ്, അതുകൊണ്ട് അനുവദിക്കണം, എന്നാലേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സമാധി ആഘോഷിക്കുക അല്ല, സമാധി ആചരണമാണ്, ജയന്തിയാണ് ആഘോഷിക്കുക. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന്, ഈ ആളിനെ നമുക്ക് ശരീരത്തിൽ കിട്ടിയ ദിവസമാണ്. ഇപ്പം കിട്ടിയ ദിവസത്തിനാണ് കൂടുതൽ പ്രാധാന്യം. രണ്ടാമത്തേത് നമ്മളെ വിട്ടുപോയ സമയമാണ്. അത് നിങ്ങൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? അത് ആഘോഷിക്കേണ്ട. അങ്ങനെ അവസാനം തുക്കാറാമിൻ്റെ സമാധി ആഘോഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ജന്മദിനമാണ് പിന്നീട് അവർ നിരന്തരം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വരുന്നതിന് ചില പർപ്പസ് ഉണ്ടെന്ന് സായിനാഥൻ അവരോട് പറഞ്ഞു കൊടുത്തു. ഓരോ കാര്യങ്ങൾ അവതാരമൂർത്തികളായ ഗുരുക്കന്മാർ ചെയ്യുമ്പോഴും ഓരോന്ന് പറയുമ്പോഴും ഇതെല്ലാം വളരെ അർത്ഥഗർഭമായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ, ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും വെറുതെ അല്ല ഇതോരോന്നും ചെയ്യുന്നത്. ലോകത്തിന് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് സായിനാഥൻ്റെ മാത്രം കാര്യമല്ല, എല്ലാ ഗുരുക്കന്മാരുടെയും കാര്യം ഇങ്ങനെയാണ്. അവരെ ലോകത്തിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് ലോകത്തിന് മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് നിരന്തരം സംസാരിക്കുന്നതും ഓരോ സംഭവങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് അതിനു തുടർന്ന് ശ്യാമ എന്ന് നിങ്ങൾ ഭഗവാന്റെ സായി സച്ചരിതം വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഇല്ലെങ്കിൽ അത് വായിച്ചു നോക്കണം. പക്ഷേ അത് 2 കിട്ടും. ഇപ്പോൾ 2 PR രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത സായി സച്ചരിതമുണ്ട്. ഈ സായി സച്ചരിതമാണ് വാങ്ങേണ്ടതും വായിക്കേണ്ടതും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഭഗവാൻ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് ഞാനീ പറയുന്നതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ്. വാക്യങ്ങളും സംഭവങ്ങളും മറ്റും അവതാരമൂർത്തികളായ ഗുരുക്കന്മാരിൽ നിന്ന് വരുന്നത് ലോകത്തിനുള്ള സന്ദേശമായിട്ടാണ്. അപ്പോൾ ലോകത്തിന് എന്ത് സന്ദേശമാണ് ഒരു പ്രത്യേക വാക്കിൽ നിന്ന് വരിക, ഒരു പ്രത്യേക പ്രവൃത്തിയിൽ നിന്ന് വരിക എന്നുള്ളത് അടുത്തു കൂടിയിട്ടുള്ളവർക്കറിയാം. ഇല്ലെങ്കിൽ മറ്റ് ആചാര്യന്മാരത് വിസ്തരിച്ചു തരും. ചിലതൊന്നും വിസ്തരിക്കണ്ട. അപ്പം ശ്യാമ ചോദിച്ചു, അങ്ങ് ചെറുപ്പകാലത്ത് വാ പിളർന്ന് കാണിച്ചു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്, അത് വാസ്തവത്തിൽ ശരിയാണോ എന്ന്. ശ്യാമ എന്ന് പറയുന്നത് സായിനാഥൻ്റെ ശിഷ്യനാണ്, സന്തത സഹചാരിയായിട്ട് കൂടെ നടന്നയാളാണ്. അപ്പം ശ്യാമയ്ക്കാണ് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഈ സായി സച്ചരിതത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളും ശ്യാമയ്ക്ക് കൊടുത്ത അനുഭവങ്ങളാണ് പലതും. അത് ഗോവിന്ദ് ഭായ് ദഭോൾക്കർ, അതായത് ഹേമത് പാന്ത് എന്ന് പറയുന്ന മഹാമനുഷ്യൻ ശ്യാമയിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ. അപ്പോൾ അദ്ദേഹം ശ്യാമയോട് ചോദിക്കുമായിരുന്നു, ഇത് എന്ത് പർപ്പസിനാണ്? അപ്പോൾ അദ്ദേഹം ആ പർപ്പസ് കുറിച്ചിട്ടു. പക്ഷേ ഈ സച്ചരിതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൽ ഈ പർപ്പസ് കൊടുത്തിട്ടില്ല പലയിടത്തും.
അപ്പൊ പി ആർ രാധാകൃഷ്ണൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി ഈ പർപ്പസ് മുഴുവൻ തപ്പിപ്പോയി അതിന്റെ പർപ്പസ് മുഴുവൻ വലിച്ചു പൊക്കിയെടുത്തു. അപ്പൊ ഈ പർപ്പസ് പൊക്കിയെടുത്തത് കൊണ്ടൊരു ഗുണം ഉണ്ടായത് എന്താന്ന് ചോദിച്ചാൽ സായി സച്ചരിതത്തിലെ ഓരോ അധ്യായം വായിക്കുമ്പോഴും അതിന് എന്ത് റിസൾട്ടാണ് നമ്മുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ടതിന്നത് ഇന്ന ചാപ്റ്റർ വായിച്ചാൽ മതി, അത് ഒരു ദിവസം ഇത്ര തവണ വെച്ച് ആവർത്തിച്ചാൽ മതി. ഇന്ന പർപ്പസാണ് ജീവിതത്തിൽ നടക്കേണ്ടതെങ്കിൽ അതിന് ഇന്ന അധ്യായം വായിക്കണം. ഇങ്ങനെ ശ്യാമയ്ക്ക് പറഞ്ഞു കൊടുത്ത കുറച്ച് വിവരങ്ങളുണ്ട്. അപ്പൊ ശ്യാമ സായിനാഥനോട് ചോദിച്ചു, വാ പിളർന്ന് കാണിച്ചില്ലേ, എന്നിട്ട് വളർത്തമ്മയ്ക്ക് വിചിത്രമായ ദർശനങ്ങൾ ഉണ്ടായില്ലേ? അപ്പൊ സായിനാഥൻ പറഞ്ഞത് ഉണ്ടായതാ. എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭാഗവതത്തിൽ കൃഷ്ണൻ യശോദയ്ക്ക് വാ പിളർന്ന് കാട്ടി എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പൊ ശ്യാമ പറഞ്ഞു, വായിച്ചിട്ടുണ്ട്. അപ്പൊ വാ പിളർന്ന് കാട്ടിയപ്പോ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദർശനം ആ വായിൽ കിട്ടി എന്ന് വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. ഇത് 6,000-7,000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, ഇത് ചുമ്മാ വെറുതെ കഥയാണ് എന്ന് തോന്നും. ഇപ്പൊ തന്നെ മഹാഭാരതവും രാമായണവും മറ്റും കഥയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കക്ഷികളുണ്ട്. ഇതൊന്നും ചരിത്രമല്ല, വെറും കഥയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കക്ഷികളുണ്ട്. വിവരദോഷികളെന്നല്ലാതെ എന്താ പറയുക, നല്ല ഒന്നാം തരം ചരിത്രകാരന്മാരത് ചരിത്രം തന്നെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇത് പറഞ്ഞു നടക്കുക. അപ്പോൾ കുറെ വർഷങ്ങളിലൂടെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സായിനാഥൻ പറഞ്ഞു, ഇതിനകത്ത് കൃഷ്ണൻ യശോദയെ വാ പിളർന്ന് കാണിച്ചു എന്ന് പറയുന്ന ഭാഗം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും കെട്ടുകഥയാണ്, ഇങ്ങനെ നടക്കില്ല, വായിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ദർശനം കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോ ഇങ്ങനെ വിചാരിക്കരുത്. അതിനാണ് ഞാൻ എൻ്റെ വളർത്തമ്മയെ ഈ പ്രപഞ്ചത്തിന്റെ ദർശനം കൊടുത്തത്. അപ്പൊ ഇനി ഇത് രേഖപ്പെടുത്തുന്ന പറഞ്ഞാൽ ഇപ്പൊ ഇത്ര വർഷങ്ങളെ ആയുള്ളൂ സായിനാഥൻ ശരീരം വിട്ടിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയും സായിനാഥൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ 6,000-7,000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണനും അത് തന്നെ കാണിച്ചിട്ടുണ്ടാവും. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരും, അതിന് ഞാൻ ചെയ്ത പണിയാ എന്ന് ശ്യാമയോട് പറഞ്ഞു. അപ്പൊ ഇത് പിന്നീട് അങ്ങ് പ്രശസ്തമായി. അത് അങ്ങനെയാണ് ആ കഥ പ്രശസ്തമാകുന്നത്. ഇത് സായി സച്ചരിതത്തിനകത്ത് ഉൾപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതിന്റെ ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അത് സായി സച്ചരിതത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് ഒരുപാട് ലേഖനങ്ങളിലും പുസ്തകങ്ങളിലുമായി സായീശ്വരന്റെ ഒരുപാട് ലീലകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണിച്ചതായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും ഗോവിന്ദ് ഭായി ദബോൾക്കറുടെ പുസ്തകത്തിൽ സായി സച്ചരിതത്തിനകത്തില്ല. അതിനകത്ത് ചില സെലക്ട് ചെയ്ത സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് അതിൻ്റെ ഈ രസം മനസ്സിലായത്. അതായത് ഭാഗവതത്തിനകത്ത് പറഞ്ഞിട്ട്, ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധത്തിനകത്ത് അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചൊരു കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് വ്യാസന്റെ ആശ്രമത്തിന്റെ പേര് ശമ്യാപ്രാസം എന്നായിരുന്നു. വ്യാസന്റെ ആശ്രമത്തിന്റെ പേര് ശമ്യാപ്രാസം എന്നാണ്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം വ്യാസൻ, കൃഷ്ണദ്വൈപായന വ്യാസൻ, വ്യാസന്മാർ 28 പേരുണ്ട്. അതിൽ 28ാമത്തെ അവസാനത്തെ ആളാണ് കൃഷ്ണദ്വൈപായന വ്യാസൻ. ആദ്യത്തെ ആളിന്റെ പേര് ബ്രഹ്മ എന്നായിരുന്നു. അതിനിടയിൽ വരുന്ന ഒരാളാണ് ബാദരായണ വ്യാസൻ. ബാദരായണ വ്യാസനാണ് ബ്രഹ്മസൂത്രം എഴുതുന്നത്. കൃഷ്ണദ്വൈപായന വ്യാസനാണ്, അവസാനത്തെ വ്യാസനാണ് മഹാഭാരതം എഴുതുന്നത്. അപ്പോൾ ഈ അവസാനത്തെ വ്യാസൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ പേരാണ് ശമ്യാപ്രാസം. അദ്ദേഹം അവിടെ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യാനുഷ്ഠാനത്തിന് ശേഷം നദീതീരത്ത് ഇങ്ങനെ വിശ്രമിക്കുക. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇങ്ങനെ വന്നു. ഇപ്പൊ ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അവർ നേരെ ഓടി എൻ്റെ അടുക്കിലേക്ക് വരും. അന്നത്തെ ദിവ്യ ഗുരു എന്ന് പറയുന്നത് വ്യാസനാണ്. വ്യാസന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയും, ജീവിതത്തിൽ ഇന്ന പ്രശ്നം ഉണ്ടായിരിക്കുന്നു, ഇന്ന പ്രശ്നം ഉണ്ടായിരിക്കുന്നു, ഇന്ന അശാന്തി ഉണ്ടായിരിക്കുന്നു, അതിനെന്താണ് ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ടെത്തും. അദ്ദേഹം പറയും, ഞാൻ ഇനി ഇപ്പൊ ഈ ശരീരം അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ഇവർ ആരുടെ അടുക്കിലേക്ക് പോകും? അപ്പൊ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പിന്നെ പരിഹാരം എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് വ്യാസൻ ഒരു കാര്യം ചെയ്തു. വ്യാസൻ ഭാഗവതം രചിച്ചു. ഇത് ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധത്തിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. എന്തിനാണ് ഭാഗവതം എഴുതിയത്? ഇതിനാണ് എഴുതിയത്. അതായത് ഇനി ഭാവിയിൽ വരുന്ന തലമുറയ്ക്ക്
എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളോ ക്ലേശങ്ങളോ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൻ്റെ ഒരു പരിഹാരമായാണ്, അല്ലെങ്കിൽ ഭാഗ്യലബ്ധിക്കാണ്, ഇച്ഛാപൂർത്തിക്കാണ്, ആഗ്രഹങ്ങൾ സാധിക്കാൻ, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഭാഗവതം രചിക്കുന്നത് എന്ന് പ്രഥമ സ്കന്ധത്തിനകത്ത് ഇതിൻ്റെ രചനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത. ശുദ്ധ ഭാഗവതവും നമ്മൾ ഇന്ന് കാണുന്ന ഭാഗവതവും ഉണ്ട്. ഇത് രണ്ട്, ശുദ്ധ ഭാഗവതം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഭാഗവതം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഒരുപാട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒറിജിനൽ സാധനത്തിനകത്ത് ഏതാണ്ട് 8000 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷേ ഇപ്പം കിട്ടുന്നതിനകത്ത് ഏതാണ്ട് 18,000-ൽ താഴെ ശ്ലോകങ്ങളുണ്ട്. ഇതിനകത്ത് പല ആഖ്യാനങ്ങളും കൂട്ടിച്ചേർക്കുക. നേരത്തെ ഉള്ള ആഖ്യാനങ്ങളാണ്, അതിനോട് അതിൻ്റെ വിവരണം കൂട്ടിച്ചേർക്കുക. അപ്പം വിവരണം കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ വരുന്ന സാധാരണഗതിയിൽ സംഭവിക്കുന്നത്, ഇത് പിന്നീട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ്, ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുക എന്നൊരു സംശയം വരും. ഇത് വെറും കെട്ടുകഥയായിരിക്കും എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അതാണ് ഇത് കൂട്ടുന്നത് കൊണ്ടുള്ള കുഴപ്പം. നേരെമറിച്ച് ഈ കൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. ശുദ്ധ ഭാഗവതം എന്ന് പറയുന്നത് 8000 ശ്ലോകങ്ങളേ ഉള്ളൂ. അതിനകത്ത് കഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് വ്യാസൻ, കൃഷ്ണദ്വൈപായന വ്യാസൻ രചിച്ചിരിക്കുന്നത്. ഇതിനാണ് ശക്തികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നീട് വന്ന കക്ഷികൾ ഇതിനൊരു വിശദീകരണം എന്നുള്ള നിലയ്ക്കാണ് കുറേയധികം ശ്ലോകങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം കിട്ടുന്നത്രയും ആയത്. പക്ഷേ നമുക്കിത് കളയാൻ വയ്യാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്കിതിനകത്ത് ശ്ലോകങ്ങൾ എടുത്തു മാറ്റാൻ പറ്റില്ല, ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, ഇതിനകത്ത് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അത് ഉച്ചരിക്കുന്ന സമയത്ത് ഒരു പ്രാണോർജം, ഒരു വൈബ്രേഷൻ ഉണ്ടാകത്തക്ക രീതിയിലാണ്. അങ്ങനെ ഈ അക്ഷരങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഋഷീശ്വരന്മാർക്ക് മാത്രമേ പറ്റൂ. സാധാരണ ഒരു കവിക്ക് അത് പറ്റില്ല. അപ്പോൾ ഈ കവി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സംസ്കൃതത്തിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. കവി ഗഹന ദൃഷ്ടിർ എന്നാ പറയുക. ഗഹന ദൃഷ്ടിയാണ്, ഡീപ്പ് സൈറ്റ് ഉള്ള ആളാണ് കവി. പണ്ടൊരിക്കൽ മഹായോഗി അരവിന്ദൻ്റെ ആശ്രമത്തിൽ മീരാമാതാവ് എന്ന് പറഞ്ഞൊരു മാതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫിയിൽ സാധാരണഗതിയിൽ അവാർഡ് കിട്ടിക്കൊണ്ടിരുന്നത് മുഴുവൻ അരവിന്ദ ആശ്രമത്തിലെ ഫോട്ടോഗ്രാഫർമാർക്കാണ്. പുതിയതായിട്ടൊരു ഫോട്ടോഗ്രാഫർ വന്നപ്പോൾ അയാൾ എന്ന മീരാമാതാവിനോട് പറഞ്ഞു, ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിന് എനിക്കൊരു ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, അത് എന്തിൻ്റെ ഫോട്ടോ എടുത്താലാണ് അവാർഡ് കിട്ടുക എന്ന് പറയണം. അപ്പോൾ മീരാമാതാവ് പറഞ്ഞു, എന്തിൻ്റെയെങ്കിലും അങ്ങ് എടുത്തു, നീ ആദ്യം എന്ത് കാണുന്നോ അങ്ങ് എടുത്ത് അയച്ചാൽ മതി, പക്ഷെ അതിൻ്റെ അടിക്കുറിപ്പ് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അടിക്കുറിപ്പ് എങ്ങനെയാണ് ശ്രദ്ധിക്കുക? അടിക്കുറിപ്പിനാണ് പ്രാധാന്യം. അതാണ് ദർശനം. യു സിംപ്ലി ലുക്ക് ഇൻ ടു ദ ബീയിങ്സ് ഓഫ് തിങ്സ്. ഇതാണ് ഉപദേശം കൊടുത്തത്. യു സിംപ്ലി ലുക്ക് ഇൻ ടു ദ ബീയിങ്സ് ഓഫ് തിങ്സ്. നീ പുറമേക്ക് പ്രപഞ്ചത്തിൽ എന്ത് കാണുന്നുവോ ഉള്ളിലേക്ക് പോവുക, ആ ദർശനത്തിൻ്റെ ഉള്ളിലേക്ക് പോവുക. എന്നിട്ട് ഇതും കൂടെ കൂട്ടിച്ചേർത്തു, ഹി ഈസ് കവി, യു ബിക്കം എ കവി. നീ ഒരു കവിയാവുക. ഇങ്ങനെ നമ്മൾ കാണുന്ന പ്രാപഞ്ചിക ദർശനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നവരെയാണ് കവി എന്ന് വിളിക്കുക. അപ്പോൾ ചോദിക്കുക, ഇതെന്ത് ഇത് മനസ്സിലാകാൻ വയ്യാത്ത വല്ലാത്തൊരു എക്സ്പ്രഷനായി പോയല്ലോ എന്ന് വിചാരിക്കും. നമ്മുടെ ആൾക്കാർ അങ്ങനെയാണ് എക്സ്പ്രഷൻസ് വരുത്തുക, ആൾക്കാർക്ക് മനസ്സിലാകരുത്. ഇതങ്ങനെയല്ല. അമ്മ പറഞ്ഞത് വളരെ ക്ലിയറായ കാര്യമാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ മനുഷ്യൻ പോയി ഒരു ചെടിച്ചട്ടിയിൽ ചെടി ഇരിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തതിന് ശേഷം ചെടി ഇരിക്കുന്നത് മൊട്ടുകളാണ്, അതിനകത്ത് മുഴുവൻ പൂവിൻ്റെ മൊട്ടാണ്. ഇലകൾ മുഴുവൻ കൂമ്പി നിൽക്കുക. രാത്രി സമയത്ത് എടുത്തതായതുകൊണ്ട് ഇല മുഴുവൻ ഇങ്ങനെ കൂമ്പി നിൽക്കുക. മൊത്തത്തിൽ ഇത് കൂമ്പി നിൽക്കുക. അതിൻ്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ താഴെ ഒറ്റ വാക്കെഴുതി, മെഡിറ്റേഷൻ എന്നെഴുതിയിട്ട് അത് അയച്ചു കൊടുത്തു. അതിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഒന്നും ഒരു സങ്കീർണതയുമില്ല. ഇവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലായോ? ഈ കൂമ്പി നിൽക്കുന്ന ഈ സസ്യത്തെ കണ്ടിട്ട് ഇത് മെഡിറ്റേഷനാണ് എന്ന് മനസ്സിൽ വന്ന ആ ചിന്തനമുണ്ടല്ലോ, ഇതാണ് ഡീപ്പ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പുറമേക്ക് കാണുമ്പോൾ ഇങ്ങനെ ചുമ്മാ കൂമ്പി നിൽക്കുന്നത്, ഇല കൂമ്പി നിൽക്കുന്ന എന്താ ഇത്ര കാര്യം,
പക്ഷെ അതൊരു കവിയാണ് കാണുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ ഡീപ്പായ തത്വങ്ങളിലേക്ക് പോകും. ഇങ്ങനെ ഒരു 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 പ്രാപഞ്ചിക സത്യങ്ങളുടെ ഗഹനതയിലേക്ക് പോകുന്ന ആളിന് പറയുന്ന പേരാണ് ഗഹനദൃഷ്ടി അല്ലെങ്കിൽ കവി എന്ന് പറയുക. ഇതുകൊണ്ടാണ് ഈ വ്യാസനും മറ്റും കവിയാവുന്നത്. കുമാരനാശാനാണെങ്കിൽ 5 വർഷം കഴിഞ്ഞു എന്ന് കുമാരനാശാൻ പറയുകയല്ല. അതിന് പകരം പുള്ളി പറയുക പിന്നെ 5 വട്ടമിഹ പൂത്തു കാനനം എന്നായിരിക്കും പറയുക. 5 വർഷത്തിൽ ഒരു തവണയാണ് കാനനം കാട് പൂക്കുന്നത്. അപ്പോൾ 5 വർഷത്തിൽ ഒരിക്കൽ കാനനം പൂത്തു, അല്ല, കാനനം പൂത്തു എന്ന് പറയുമ്പോൾ തന്നെ വർഷത്തിൽ ഒരു തവണയല്ലേ ഉള്ളൂ. അപ്പോൾ 5 തവണ കാനനം പൂത്തു എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞു എന്ന് തന്നെയാണ് വാക്കിനർത്ഥം. പക്ഷെ കുറച്ചുകൂടി അതിനൊരു ഗഹനതയുണ്ട്. ഇതാണ് മീരാ മാതാവ് പറഞ്ഞത്, നീ ആ ഗഹനതയിലേക്ക് പോവുക. അതുകൊണ്ടാണ് ഈ ചെടി കണ്ടപ്പോൾ അയാൾക്കതിന് മെഡിറ്റേഷനാണ് എന്ന് തോന്നിയത്. പിന്നീട് അത് മെഡിറ്റേഷനാണ് എന്ന് തോന്നിയത്, ഇനി ഇതിന് ഉപോത്ബലകമായിട്ട് മറ്റെന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ പറയാമോ എന്ന് ആ ഫോട്ടോഗ്രാഫർ ചോദിച്ചു. ഞാൻ ആ ഫോട്ടോഗ്രാഫറെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ഡൽഹിയിലെ ശ്രീ അരവിന്ദോ ആശ്രമത്തിൽ വെച്ച് ഞാൻ ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തെ കണ്ട് കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ അരവിന്ദനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഈ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചുമ്മാ എടുത്ത ഫോട്ടോയാണ്, പക്ഷേ ഡീപ്പ് ഇൻസൈറ്റ് കൊടുക്കാൻ മീരാ മാതാവ് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും മെഡിറ്റേഷൻ എന്ന് കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ സമാനമായ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ മീരാ മാതാവ് സമാനമായ ഒരു എക്സ്പ്രഷൻ പറഞ്ഞു. അതായത് ഈ നാഗിൻ ദോഷി മഹായോഗി അരവിന്ദനോട് ചോദിച്ചു, ഈ സസ്യങ്ങൾ എന്തുകൊണ്ടാണ് മുകളിലേക്ക് വളരുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമല്ല. സസ്യങ്ങൾ മിക്കവാറും 99% സസ്യങ്ങളും ഭൂമിയിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. വളരെ കുറച്ച് സസ്യങ്ങളേ ഉള്ളൂ സമാന്തരമായിട്ട് പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് നാഗിൻ ദോഷി മഹായോഗി അരവിന്ദനോട് ചോദിച്ചു. അരവിന്ദൻ പറഞ്ഞു, ഞാനൊരു കവി ആയതുകൊണ്ട് ഞാനതിൻ്റെ മറുപടി പറയാം. ഇത് പരമസത്യത്തെ തേടിയുള്ള യാത്രയാണ്, അതുകൊണ്ടാണ് മുകളിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ സൈഡിലേക്ക് പോയാൽ മതി. അപ്പോൾ ഒരു പദാർത്ഥത്തെ കാണുമ്പോൾ വളരെ അഗാധമായ ഒരു ഉൾക്കാഴ്ചയിലേക്ക് പോവുക. ഈ ഉൾക്കാഴ്ചയിലേക്ക് പോകുന്നവരെയാണ് പണ്ട് കാലത്ത് എന്ത് വിളിച്ചിരുന്നത്? കവി എന്ന് വിളിച്ചിരുന്നത്. ഇത് സ്വാഭാവികമായും സായിനാഥൻ ഇത് ശ്യാമയോട് പറഞ്ഞു, ഞാൻ കാണിക്കുന്നത് മുഴുവൻ കവിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. എന്തിനാണ് വാപൊളിച്ച് കാണിച്ചത്? വാപൊളിച്ച് കാണിച്ചത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ അത് ചെയ്തത് നിങ്ങൾ സംശയിക്കും. ഇപ്പോൾ സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫീറ്റ് ഇപ്പോൾ കാണിച്ചത്. ഇനി നിങ്ങൾക്ക് സംശയം വരികയില്ലല്ലോ, ഇങ്ങനെ ആകാം എന്ന് തിരിച്ചറിയാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ വൃന്ദാവനത്തിന് പോകുന്ന സമയത്ത് അവിടെ ഈ ഗോവർദ്ധനഗിരി പ്രദക്ഷിണം വയ്ക്കും. അപ്പോൾ ഈ ഗോവർദ്ധനഗിരി എടുത്തു പിടിച്ചു എന്നാണ് നമ്മുടെ ഭാഗവതം പറയുന്നത്. ഗോവർദ്ധനഗിരി കണ്ടാൽ നമുക്ക് ഇതെങ്ങനെ എടുത്തു പിടിക്കുക? അത് 3-4 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പർവ്വതമാണ്. 1, 2 ഇത് വലിയ ഉയരമൊന്നുമില്ല, ഒരു ചെറിയ മലയെന്നേ ഉള്ളൂ, നമുക്ക് ഓടിക്കയറാം, അത്രയേ ഉള്ളൂ. ഇത് ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ശരിയാവുക? എനിക്ക് പോലും ആ സംശയം ഉണ്ടായി. അപ്പോൾ ഇത് അങ്ങനെ വരാനില്ല. ചെറിയ ഒരു കുന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിച്ചതായിട്ട് വേണേൽ കരുതാം. അപ്പോൾ ഇത്രയും ഒരു 2-3 കിലോമീറ്ററിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ചെറിയ ഒരു മണൽത്തിട്ട് പോലെയുള്ള ഒരു സ്ഥലം, അതെങ്ങനെ ഉയർത്തിപ്പിടിച്ചു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ആരോടാ ചോദിക്കുക? അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പോന്നു. വന്ന് ഒരു സമാധിക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്ത് തെറ്റിദ്ധരിച്ച ഒരു സമാധിയുടെ മുന്നിൽ നിന്നതാണ്. നീം കരോലി ബാബയുടെ സമാധിയാണ് എന്ന് കരുതി മറ്റൊരു കെട്ടിടത്തിൻ്റെ മുമ്പിൽ പോയി നിന്നതാണ്. നീം കരോലി ബാബയുടെ സമാധിയിലേക്ക് പോകാൻ സാധിച്ചതുമില്ല. അപ്പോൾ സമാധിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോൾ അവിടുന്ന് വളരെ പ്രാകൃത വേഷധാരിയായ ഒരു മനുഷ്യൻ എന്തോ ഒരു വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ വന്നു. അപ്പോൾ മുമ്പിൽ വന്ന് നോക്കിയിട്ട് എന്താ വാടാ സംശയം എന്ന് ചോദിച്ചു. ക്യാ സംശയം തുജേ? അപ്പോൾ പറഞ്ഞു, അന്നേരം എന്ത് സംശയമാണ്, ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങി വന്നിട്ട് ഒരുപാട് സമയമായി. നീ കോയി സംശയം നെയ്യേ എന്ന് പറഞ്ഞു. നെയ്യേ ചൂണ്ട് പോയിത്തായ. പിന്നെ ഇത് മനസ്സിലായില്ല, ഇതെന്താ പറഞ്ഞത്. പെട്ടെന്ന് അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താ സംഭവം നടന്നതെന്നറിയാതെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അപ്പോൾ മല പൊക്കി എന്നായിരിക്കും നിന്റെ സംശയം അല്ലേ? മല പൊക്കുന്നത് എങ്ങനെ എന്നായിരിക്കും നിന്റെ സംശയം? മല പൊക്കിയതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സാക്ഷിയാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി ഇങ്ങനെ ഒന്ന് കറക്കിയതിന് ശേഷം പുള്ളിയുടെ പാട്ടിനെ അങ്ങ് പോവുകയും ചെയ്തു.
അപ്പോൾ ഇത് അവിശ്വസിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മനസ്സിൽ ഈ സംശയം ഉണ്ടായി എന്നുള്ള വിവരം എനിക്കല്ലാതെ എൻ്റെ കൂടെ യാത്ര ചെയ്തവർക്ക് പോലും അറിയില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. ചുമ്മാ വെറുതെ മനസ്സിലൊരു ചിന്ത വന്നതാണ്. ഈ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു മലയെടുത്ത് ഇങ്ങനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യമായിരുന്നു. ഒരുപക്ഷെ അത് എന്തെങ്കിലും ഒരു അലങ്കാര പ്രയോഗമായിരിക്കാം കവിയുടെ എന്നാണ് ഞാൻ ധരിച്ചത്. അതിന് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് യമുനയിലെ വെള്ളം പൊങ്ങിയ സമയത്ത് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വൃന്ദാവനത്തിലെ ആൾക്കാരെയും പശുക്കൂട്ടങ്ങളെയും എല്ലാത്തിനെയും കൂടെ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് പറയുന്ന പേരാണ്, ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ് ഈ ഗോവർദ്ധനം പൊക്കിപ്പിടിച്ചു എന്ന് പറയുന്നത്. അതിന് ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്നത് തന്നെ ഇത് ഈ പശുക്കൾ അവിടെ പോയി വർദ്ധിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നതായിരിക്കും, ഒരു ആലങ്കാരിക പ്രയോഗമായിരിക്കാം എന്നാണ് അതുവരെ വിചാരിച്ചത്. പക്ഷേ ഈ അവധൂതൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംശയം അവസാനിച്ചു. എൻ്റെ ഒന്നാമത്തെ സംഗതി, എൻ്റെ മനസ്സിൽ ഈ സംശയം വന്നത് എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. 2, അദ്ദേഹം എൻ്റെ അടുക്കലേക്ക് തന്നെ വരണം എന്ന് വിചാരിച്ചതും എൻ്റെ മനസ്സിലുള്ള സംശയത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം വടിയിട്ട് കറക്കിക്കൊണ്ട് സ്പീഡിൽ തിരിച്ചു പോയതും ഇതെന്തിനാണ്? അപ്പോൾ കൃത്യമായി കാര്യം, ഞാനതിന് സാക്ഷിയാണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹം സാക്ഷിയായിരുന്നിരിക്കണം. നമ്മൾ പലപ്പോഴും കരുതുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കരുതുന്നത്, നമ്മൾ ഫ്രഷായിട്ട് ഇങ്ങോട്ട് വന്ന് ജനിച്ചു, ഫ്രഷായിട്ട് നമ്മൾ ഇനി മരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വലിയൊരു അബദ്ധമാണ്. അത് ചട്ടമ്പി സ്വാമികൾ ഒരിക്കൽ പന്നിശ്ശേരി നാണുപിള്ളയോട് പറഞ്ഞു. പന്നിശ്ശേരി നാണുപിള്ളയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അദ്ദേഹം ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം ചട്ടമ്പി സ്വാമികൾ കേട്ടുകൊണ്ടിരിക്കുക. ഏതാണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ച് അതിനൊരു തിരുത്തൽ വരുത്തേണ്ട ഘട്ടം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വൈശേഷിക ദർശനത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു സൂത്രമായിട്ടാണ് ശങ്കരൻ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, നിന്റെ ഓർമ്മയിൽ നിന്ന് തന്നെയാണോ നീ ഇത് പറയുന്നത്? പന്നിശ്ശേരി പറഞ്ഞു, ഞാൻ എങ്ങനെയാണല്ലോ അത് പഠിച്ചിരിക്കുന്നത്, ശങ്കരന്റെ ആ സൂത്രത്തിന്റെ വ്യാഖ്യാനം നോക്കിയാൽ അത് വൈശേഷികത്തിനെതിരായിട്ടാണ്, വൈശേഷികത്തിനെതിരായിട്ടുള്ള പ്രകരണം എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ ചിരിച്ചിട്ട് ചോദിച്ചു, നിന്നെ ഞാൻ പഠിപ്പിച്ചത് അങ്ങനെയല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് എന്താ ഇത്ര അത്ഭുതമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ചട്ടമ്പി സ്വാമികൾ പന്നിശ്ശേരി നാണുപിള്ളയെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഈ ജന്മത്ത്. അപ്പൊ നിന്നെ ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കേണ്ടത്? പന്നിശ്ശേരിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് നമസ്കരിച്ചിട്ട് തിരുത്തി, ഇത് വൈശേഷികത്തിന് അനുകൂലമായല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ഫ്രീ ആയിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. എന്താ കാര്യമെന്ന് മനസ്സിലായോ? ചട്ടമ്പി സ്വാമികൾ ഈ ജന്മത്ത് പന്നിശ്ശേരിയെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇതിന് മുൻപിലത്തെ ജന്മങ്ങളിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാണുന്ന പല പണ്ഡിതന്മാരും പണ്ഡിതന്മാരല്ല ജ്ഞാനികൾ പലരും മുജ്ജന്മ സ്മരണകളുമായിട്ടാണ് വരുന്നത്. അത് നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു മഹാഗ്രന്ഥം, ഋഷീശ്വരന്മാരെഴുതിയ ഒരു മഹാഗ്രന്ഥം നിങ്ങൾ എടുത്ത് പഠിക്കാനോ വായിക്കാനോ ചിന്തനത്തിനോ ഉപയോഗിച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു 2 സംഗതികളുണ്ട്. ഇത് രമണ മഹർഷി ഉപദേശിച്ചതാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേ നിങ്ങൾ പ്രാചീനമായ ഗ്രന്ഥങ്ങളെ, ഋഷീകൃത ഗ്രന്ഥങ്ങളെ സമീപിക്കാവൂ. ഒന്നാമത്തെ സംഗതി, നിങ്ങൾ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. നിങ്ങൾ ഇപ്പോഴീ ഇരിക്കുന്നത് എത്ര, ഒരു 10, 80, 90 വർഷം എന്ന് പറയുന്നത് ഒരു വർഷമൊന്നുമല്ല. 1 കോടി വർഷങ്ങൾക്കിടയിൽ 80 എന്ന് പറയുന്ന ഒരു കാലമാണ്. ഇതൊരു കാലം പോലുമല്ല, ഒരു പ്രസക്തിയില്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ പറയും, ഇതിനെ കരുതരുത്, നീ 1 കോടി വർഷങ്ങളെ കണക്കിലാക്കുക. ഇങ്ങനെ ആൾക്കാർ വരികയും പോവുകയും പരസ്പരം ബന്ധപ്പെടുകയും ഒക്കെ ഇങ്ങനെ ചെയ്യും. അതിപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക്, ഇപ്പോൾ ഒരാൾ വിട്ടുപോയി, നമ്മളെ വിട്ടുപോയി വളരെ ദുഃഖത്തോടെയാണ്. ഒരു മകൻ മരിച്ചുപോയ ദുഃഖത്തിന് ഒരാൾ രമണ മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മകൻ മരിച്ചുപോയി, ഞാൻ എന്താ വേണം, മരിക്കണ്ടെന്ന് വിചാരിക്കണം. അപ്പം പറഞ്ഞു, അതല്ല, അത് ക്ഷമിക്കണം, പിന്നെ രമണ മഹർഷി അല്ല, നമ്മുടെ കീനാരാം എന്ന് പറയുന്നത്, കീനാരാമികൾ എന്ന് പറയുന്നത് അഘോരികളുടെ ഒരു സമ്പ്രദായമാണ്. അഘോരികളെന്ന് വെച്ചാൽ അറിയാമല്ലോ, അഘോരികളുടെ ഒരു സമ്പ്രദായമാണ് കീനാരാമികൾ എന്ന് പറയും. അവരുടെ ഒരു ധാര, ഒരു സമ്പ്രദായമാണ്, സെക്ട്. അപ്പോൾ ഈ കീനാരാമികൾ എന്നവരെ വിളിക്കാൻ കാരണം തന്നെ കീനാരാം എന്ന പേരായ ഒരു യോഗിയാണ് അത് സ്ഥാപിക്കുന്നത്. അദ്ദേഹം വാരാണസിയിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ
കീനാരാം വാരാണസിയിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മഹാസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് മരിച്ചുപോയ മകൻ്റെ ശവശരീരവുമായിട്ട് ഒരു അമ്മയും അച്ഛനും കൂടെ എത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് മഹാസിദ്ധനാണെന്നല്ലേ പറയുന്നത്, ഇവനെ ജീവിപ്പിച്ചു തരണം. അദ്ദേഹം പറഞ്ഞു, ജീവിപ്പിച്ചു തരാം, ജീവിപ്പിച്ച് തരികയേ ഉള്ളൂ, പിന്നെ അവൻ്റെ ഇച്ഛ അനുസരിച്ചേ കാര്യങ്ങൾ നടക്കൂ. അവർ പറഞ്ഞാൽ മതി, അതിനെന്താ, ജീവിപ്പിച്ചൊന്ന് കിട്ടിയാൽ മതി. എന്നാ അവിടെ കിടത്തി, അവിടെ കിടത്തി. വീണ്ടും പറഞ്ഞു, ഇവൻ്റെ ഇച്ഛയെ നടക്കൂ, നിങ്ങളുടെ ആഗ്രഹമല്ല നടക്കുക. വലിയ ഒരു കർമ്മബന്ധത്തിൻ്റെ അഗ്രമാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് മനുഷ്യരുടെ ആഗ്രഹങ്ങളും കർമ്മബന്ധങ്ങളും കിടന്ന് കൂടിക്കുഴഞ്ഞ് അവിയൽ പ്രമാണത്തിനകത്ത് കിടക്കുന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. അതുകൊണ്ട് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾക്ക് മാത്രമായി പറ്റിയ ഒരു കുഴപ്പമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഒരുപാട് ജന്മങ്ങളുടെ ബാക്കിംഗ് ഉണ്ട്. ഇനി ഒരുപാട് ജന്മങ്ങൾ വരാൻ കിടക്കുക, അതിനകത്ത് ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പോയ കക്ഷി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മകനായിട്ട് തന്നെ വീണ്ടും വന്ന് ജനിക്കും. ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇനിയും തിരിച്ചു വേണോ? വേണം, എന്നാൽ ശരി, ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. പതുക്കെ തോളത്ത് തട്ടിയതിന് ശേഷം പയ്യനോട് പറഞ്ഞു, എഴുന്നേക്കടാന്ന് പറഞ്ഞു. ഈ പഴയപടി എങ്ങനെയാണോ കിടന്നത് അതുപോലെ അങ്ങ് എഴുന്നേറ്റിരുന്നിട്ട് ഈ പയ്യൻ ക്രുദ്ധനായി വളരെ ദേഷ്യത്തോടെ കീനാരാമയോട് പറഞ്ഞു, അങ്ങ് വലിയ ഗുരുവാണെന്നാ പറയുന്നത്, എൻ്റെ പുരോഗതി മുഴുവൻ തടസ്സപ്പെടുത്തിയില്ലേ? അദ്ദേഹം ഒന്നും മിണ്ടാതെ നിശ്ചലമായിരുന്നു. അദ്ദേഹം രക്ഷിതാക്കളോട് ചോദിച്ചു, കേട്ടോ, പറഞ്ഞത് കേട്ടോ, എടോ എന്നെ പോകാൻ സമ്മതിക്കണം. കീനാരാം പറഞ്ഞു, പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ല ഞാൻ മറ്റെന്തെങ്കിലും കടുങ്കൈ ചെയ്തുകളെ, എനിക്ക് നിൽക്കണ്ട, ഞാൻ പോകും. എന്നാ നീ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? മറിഞ്ഞ് പഴയപടി അങ്ങ് വീഴുകയും ചെയ്തു. 5 മിനിറ്റ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് മനസ്സിലായി, ഇത് ഇവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമോ ഇവരുടെ ആഗ്രഹത്തിൻ്റെ കാര്യമോ അല്ല, ഒരുപാട് ജന്മങ്ങളുമായിട്ട് അതിന് ബന്ധമുള്ളതാണ്. കീനാരാമനോട് ചോദിച്ചു, അവിടുന്ന് തന്നെ പറഞ്ഞു തരണം, ഇതിൻ്റെ രഹസ്യങ്ങൾ എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ രഹസ്യം വളരെ നിഗൂഢമാണ്. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, ഇവൻ പുതിയ മികച്ച ഒരു ജന്മത്തിലേക്ക് പോകാനുള്ള ഗതിയിലായിരുന്നു ഈ ആത്മാവ്. നിങ്ങൾ വന്ന് എന്നോട് ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് ഞാൻ ഇവനെ അവിടുന്ന് ബലമായിട്ട് കൊണ്ടുവന്ന് തിരിച്ച് ശരീരത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അതാണ് അവന് ദേഷ്യം വരാൻ കാര്യം. മികച്ച ജന്മത്തേക്ക് പോയതാ, ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നതിൻ്റെ ദേഷ്യം അവനെ കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അവൻ്റെ ഇച്ഛയെ നടക്കൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അവന് പോകണമെന്ന് താല്പര്യമായിരുന്നു, പൊക്കോളാൻ അനുവദിക്കുകയും ചെയ്തു. അനുവദിച്ചില്ലെങ്കിൽ ഈ ആത്മാവിന് പോകാൻ പറ്റില്ല. കാരണം കീനാരാം എന്ന് പറയുന്ന മഹായോഗിയാണ്, അദ്ദേഹത്തിനെ ഇത് പ്രപഞ്ചത്തെ പിടിച്ച് കുലുക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ നിശ്ചലമായിട്ട് നിന്നതാണ്. അവൻ്റെ ആ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തു. അതുകൊണ്ട് വിട്ടിട്ടങ്ങ് പോവുകയും ചെയ്തു. ഇതുകൊണ്ട് രക്ഷിതാക്കൾക്കൊരു കാര്യം മനസ്സിലായി, ഈ വന്ന് ജനിച്ചിരിക്കുന്നത് മുഴുവൻ നമ്മുടെ പ്രാഥമികമായ നമ്മുടെ ബന്ധം ഈശ്വരനുമായിട്ടാണ്. ബാക്കി ബന്ധങ്ങളെ എന്ന ലൗകികമായി വരുന്നുള്ളൂ. ഇത് കേൾക്കുമ്പോൾ പലർക്കും അങ്ങ് ഭയങ്കര ദേഷ്യം വരും. ഒരിക്കൽ ഇത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ അവർ എന്തോ ഒരു പ്രശ്നം വന്ന സമയത്ത് അവരോട് പറഞ്ഞതായത്, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും അച്ഛനും മക്കളും കുട്ടികളും മക്കളും സുഹൃത്തുക്കളും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബന്ധങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പ്രാഥമികമായി നിങ്ങളുടെ ആദ്യത്തെ കണക്ഷൻ ഈശ്വരനുമായിട്ടാണ്. ഫസ്റ്റ് ബന്ധം, ആദ്യ കണക്ഷൻ ഈശ്വരനുമായിട്ടാണ്. രണ്ടാമത് മാത്രമേ ലൗകികമായ ബന്ധങ്ങൾ വരുന്നുള്ളൂ. ഇത് മഹായോഗി അരവിന്ദൻ നാഗിന്ദോഷിയുള്ള RC പണ്ഡിറ്റിനോട് പറഞ്ഞതാണ്. യുവർ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഈസ് വിത്ത് മീ. ഈശ്വരനുമായിട്ടാണ് നിങ്ങളുടെ ആദ്യത്തെ ബന്ധം. അതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ശരീരം തന്നത് ഞാനാണ്, ഈ ഉപകരണം നിങ്ങൾക്ക് തന്നു വിട്ടിരിക്കുന്നത് ഞാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഉപകരണം തന്ന ഞാനുമായിട്ടല്ലേ ഉള്ളൂ ആദ്യത്തെ ബന്ധം. ഉപകരണം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് അമ്മയുണ്ടായതും അച്ഛനുണ്ടായതും അമ്മാവനുണ്ടായതും അമ്മായി ഉണ്ടായതും ഭാര്യ ഉണ്ടായതും ഭർത്താവ് ഉണ്ടായതും കുട്ടികളുണ്ടായതും ഇത് മുഴുവൻ അതിന് ശേഷം വന്നതാണ്. ശരീരം പോയി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, ഈ യാതൊരു കണക്ഷൻസും ഇല്ല. ഉത്തരേന്ത്യയിൽ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്, ധനാനി ഭൂമവും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ധനാനി ഭൂമവും, അയാൾ സമ്പാദിച്ചു കൂട്ടിയ ധനം മുഴുവൻ ഭൂമിയിൽ തന്നെ കിടക്കും, അതാ ബാങ്കിൽ തന്നെ കിടക്കുകയുള്ളൂ. പശവശ്ച ഗോഷ്ഠേ, പശുക്കൾ
ഉത്തരേന്ത്യയിൽ ഉണ്ടായ ശ്ലോകമാണ്. അതുകൊണ്ട് പശുക്കൾക്ക് വലിയ പ്രാധാന്യമാണ്. അവർ സമ്പാദിച്ചു കൂട്ടിയ പശുക്കൾ മുഴുവൻ ഗോഷ്ഠേ ആ എരുത്തിലിൽ തന്നെ കിടക്കുകയുള്ളൂ, കൊണ്ടുപോവുകയില്ല. പശവശ്ച ഗോഷ്ഠേ നാരി ഗൃഹദ്വാരി. ആ വീട്ടില് വലിയ ക്ലോസ് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന വീട്ടിലെ സ്ത്രീകൾ, ഭാര്യയോ അമ്മയോ ഒക്കെ, ഇവർക്ക് ഉത്തരേന്ത്യയിലെ ഒരു സമ്പ്രദായം അനുസരിച്ച് ശ്മശാനത്തിലേക്ക് അല്ലെങ്കിൽ ശവം ദഹിപ്പിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ അനുവാദമില്ല, പോകാൻ പാടില്ലെന്നാണ് നിയമം. അപ്പൊ നിയമത്തിൽ ഇത്രയേ ഉള്ളൂ, മനസ്സിന് ബലമുണ്ടെങ്കിൽ പോകാം, മനസ്സിന് ബലമില്ലെങ്കിൽ പോകരുത്. അങ്ങനെ ഒരു നിഷ്ഠ നമുക്കുണ്ട്. പലർക്കും അത് അറിയാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ആ അവസാന കർമ്മങ്ങൾ, അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഒരു മകനേ ഉള്ളൂ, മകൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഭയമാണ് എങ്കിൽ മകൻ ഒരാളിനെ സെലക്ട് ചെയ്യാം, ആ ആളിനെ കൊണ്ട് ചെയ്യിച്ചാലും മതി. സാധാരണഗതിയിൽ നമ്മളതൊക്കെ ചെയ്യും. മക്കൾക്ക് സാധാരണഗതിയിൽ ഭയമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഭയം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ സംസ്കാര സ്ഥലത്തേക്ക് സ്ത്രീകൾ പോകരുത്, സ്ത്രീകളെന്നല്ല ഭയമുള്ളവർ പോകരുത് എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹം ഈ നിയമത്തെ ഒന്ന് പരിഷ്കരിച്ചിട്ട് സ്ത്രീകൾ പോകരുത് എന്നങ്ങ് നിഷ്കർഷിക്കും. അപ്പോൾ ധനാനി ഭൂമൗ പശവശ്ച ഗോഷ്ഠേ നാരി ഗൃഹദ്വാരി. ഇവര് ബഹളം വെച്ച് തന്നെത്താൻ അടിച്ച് കരഞ്ഞ വീടിന്റെ വാതിൽ വരെ വന്നിട്ട് അവിടുന്ന് ഈ സ്ത്രീകളും തിരിച്ചു പോകും. നാരി ഗൃഹദ്വാരി സഖാ ശ്മശാനി. മിത്രങ്ങളും സുഹൃത്തുക്കളും ശ്മശാനം വരെ വരും, അവിടുന്ന് അവർ വന്ന് തിരിച്ചു പോകും. സഖാ ശ്മശാനി ദേഹശ്ചിതായാം. ഞാൻ ഇതുവരെ ഇത് എൻ്റേതെന്ന് പറഞ്ഞ് നടന്നതാണ്. ഞാൻ എന്ന് പറഞ്ഞ് നടന്നതാണ് ഈ ശരീരം. വലിയ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ശരീരത്തിന് കൊടുത്തിരുന്നത്. ദേഹശ്ചിതായാം, ചിതയിൽ വെച്ച് ഈ ശരീരവും നിങ്ങളെ വിട്ടിട്ടങ്ങ് പോകും. പിന്നെ പരലോകമാർഗേ, മുന്നോട്ടുള്ള ഗതിയിൽ നിങ്ങളുടെ കൂടെ വരുന്നത് ധർമാനുഗോ ഗച്ഛതി ജീവയേഷ. ധർമ്മം മാത്രമേ നിങ്ങളോടൊപ്പം വരുള്ളൂ. ധർമാനുഗോ ഗച്ഛതി ജീവയേഷ എന്ന് പറയും. ഈ യേഷ, ഈ ജീവൻ, ഇതിനോട് വളരെ വിശ്വസ്തമായി അതിനോട് എന്നും ചേർന്ന് നിൽക്കുന്നത്, എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഇതിനോട് ഒപ്പം, ബാക്കിയെല്ലാം വിട്ടുപോകും. ധർമാചരണം മാത്രം ഒപ്പം വരും. അടുത്ത ജന്മത്തേക്ക്, ജന്മാന്തരങ്ങളിലേക്ക് അത് കൂടെ വരും. ഇതാണ് ഉത്തരേന്ത്യയിലെ ഒരു സാധാരണ കൊടുത്തിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത്. അപ്പോൾ ഇത് ഒരുപാട് ജന്മാന്തരങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കണക്ഷൻ ഈശ്വരനുമായിട്ടാണ് ഫസ്റ്റ് കണക്ഷൻ. രണ്ടാമത് മാത്രമേ മറ്റു പദാർത്ഥങ്ങളുമായുള്ള കണക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗൃഹസ്ഥന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശത്തിനകത്ത് ഇത് പറയുന്നത്, നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളുടെ ആദ്യത്തെ കണക്ഷൻ ഞാനുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ കണക്ഷനല്ലേ പ്രധാനം വരിക, പ്രാധാന്യം ഉണ്ടാവുക. ആദ്യത്തെ കണക്ഷൻ ഞാനാണ് നിനക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാനുമായിട്ടാണ് നിനക്ക് കൂടുതൽ കണക്ഷൻ വരുന്നത്. പക്ഷെ നീ ശരീരം എടുത്തു കഴിയുമ്പോൾ ഒരു അബദ്ധം കാണിക്കുന്നത്, ബാക്കിയുള്ള സകല കണക്ഷനുകൾക്കും പിന്നാലെ പോകും. ഞാനുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് വിടുകയും ചെയ്യും, ഒരിക്കലും ശ്രദ്ധിക്കില്ല. എന്തെങ്കിലും ആപ്പ് വരുന്ന സമയത്ത് മാത്രമേ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഈ ആപ്പ് മാറിക്കഴിഞ്ഞാലോ പിന്നെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കില്ല, പിന്നെയും തിരിച്ച് പഴയ കണക്ഷനുകൾക്കകത്ത് വരും. ഇങ്ങനെ വരുന്നതാണ് ദുഃഖങ്ങളുടെ കാരണമായി രമണ മഹർഷി പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളത്. അറ്റാച്ച്മെന്റ്. നീം കരോലി ബാബയുടെ അടുക്കൽ ഒരു ഇംഗ്ലീഷുകാരൻ വന്നു. അദ്ദേഹം വന്ന് ഒരു ദിവസം രാത്രിയായപ്പോൾ നല്ല നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത്. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മയെ ഓർമ്മ വന്നു. കാരണം അമ്മ മരിച്ചുപോയ ദിവസമാണ്. അദ്ദേഹം പുറത്തിറങ്ങി. ഈ ഹിമാചൽ പ്രദേശിലാണ് നീം കരോലി ബാബയുടെ ആശ്രമം. അവിടെ പുറത്തിറങ്ങി വന്ന് ഈ ആകാശത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ ഇങ്ങനെ കണ്ടു ഒരുപാട് നേരം അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത് തിരിച്ചു വന്നു. എൻ്റെ അമ്മ ഒരുപക്ഷെ ഒരു നക്ഷത്രമായി ഇതിൻ്റെ മുകളിൽ ഉണ്ടാവാം എന്നൊക്കെ വിചാരിച്ചതിന് ശേഷം തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. അകത്തേക്ക് കയറി വന്നപ്പോൾ ബാബ ചോദിച്ചു, നിനക്ക് നിൻ്റെ അമ്മയെ ഓർമ്മ വന്നു അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് സമ്മതിച്ചു. അറ്റാച്ച്മെൻ്റ് ഉള്ളവർക്ക് കണ്ണുനീരൊഴിഞ്ഞ നേരം കാണുകയില്ല. എത്ര നാളത്തെ കണക്ഷനാണ് നിനക്ക് അമ്മയുമായിട്ടുള്ളതെന്ന് അറിയാമോ? അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ 50ാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നത്. അമ്മ 50 വയസ്സ് വരെയുള്ള 50 വർഷങ്ങളുടെ കണക്ഷനേ നിനക്ക് നിൻ്റെ അമ്മയുമായിട്ടുള്ളൂ. ഇതിന് തൊട്ട് മുൻപിലത്തെ ജന്മത്തിൽ 70 വർഷമാണ് നിൻ്റെ അമ്മ ജീവിച്ചിരുന്നത്. നിൻ്റെ 70ാമത്തെ വയസ്സിലാണ് നിൻ്റെ അമ്മ മരിച്ചു പോകുന്നത്. നിനക്കത് ഓർമ്മ വേണ്ടേ? അത് പറഞ്ഞു, അത് ഈ അമ്മ തന്നെയാണോ? അല്ല, അത് മറ്റൊരു സ്ത്രീ ആയിരുന്നു.
അതാരാണെന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞു തരാം. പക്ഷെ ആ ഓർമ്മകൾ നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ സാധനയെ അത് ബാധിക്കും. ആ സ്ത്രീക്ക് നിന്നെ തിരിച്ചറിയാനും പറ്റില്ല. അല്ല, എന്നാലും എന്നെ ഒന്ന് കാണിച്ചു തരണം എന്ന് നിഷ്കർഷിച്ചു. കാണിച്ചു തരാം എന്ന് അദ്ദേഹം സിമ്പിളായിട്ട് പറയുകയും ചെയ്തു. അടുത്ത ദിവസം ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ അടുക്ക വന്ന് ഇവിടെ ഇങ്ങനെ എൻ്റെ ഇടതുവശത്തിരിക്കണമെന്ന് പറഞ്ഞു. ഇടതുവശത്ത് വന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് അദ്ദേഹം ബാബയെ നമസ്കരിച്ച് അവരവിടെ ഇരുന്ന് കുറച്ചു നേരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ മനുഷ്യനെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയും, ഇദ്ദേഹം എവിടുന്ന? അപ്പോൾ ബാബ പറയും, അവനെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ്, അവനെ കണ്ടറിയത്തില്ലേ സായിപ്പാന്ന്. ആ ശരി ശരി ശരി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ചോദിക്കും, ഇതിനെ എങ്ങാണ്ട് വെച്ച് കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കണ്ടു കാണും, അതെന്താ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും വേദാന്ത കാര്യങ്ങളിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്ത്രീ പിന്നെയും ചോദിക്കുക, അല്ല ഞാൻ ഈ മുഖം എവിടെ വെച്ചോ കണ്ടതായിട്ട് ഓർമ്മിക്കുന്നു. കണ്ടതായിട്ട് ഓർമ്മിച്ചാൽ എന്താ പ്രയോജനം? കണ്ടതായിട്ട് നിങ്ങൾ ഇവിടെ ഇംഗ്ലണ്ടിൽ പോയോ? ഇല്ല, ഇംഗ്ലണ്ടിൽ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് കണ്ടതായിട്ട് ഓർമ്മിക്കുന്നത്? വെറുതെ ഒരു മിഥ്യാധാരണയെന്നല്ലേ ഉള്ളൂ. ആട്ടെ, ഇനി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചാലും നിങ്ങൾ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുമോ? നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പഴയ കണക്ഷൻ തിരിച്ചു വരാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അമ്മ പറഞ്ഞു, ഇല്ല, അയ്യോ, അത് അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല, എവിടെ വെച്ചോ കണ്ട ഒരു ഓർമ്മ കൊണ്ട് തോന്നിയതാ. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഈ അമ്മയ്ക്ക് കാര്യം പറഞ്ഞു കൊടുത്തില്ല ബാബ. പക്ഷേ അതിനുശേഷം അമ്മ പതുക്കെ എഴുന്നേറ്റ് ഈ ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാരനോട് പറഞ്ഞു, നിന്നെ കണ്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. ഇതാ നിന്റെ അമ്മ. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ പോയി ജനിച്ചത്? അത് നിനക്ക് നിന്റെ ആചാര്യൻ പറഞ്ഞു തരും. ഇന്നേക്ക് 10 വർഷത്തിന് ശേഷം നിന്നെ അധ്യാത്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ആചാര്യൻ വരും. അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. അദ്ദേഹത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് മാറ്റമൊന്നും വരുത്തില്ല എന്ന് പറഞ്ഞു. 10 വർഷത്തിന് ശേഷം ഹിമാലയ പ്രാന്തങ്ങളിൽ നിന്നുണ്ടായിരുന്ന ഒരു ആചാര്യൻ ആശ്രമത്തിൽ വരികയും അദ്ദേഹം കുറേ കാലം അവിടെ താമസിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾക്ക് ദർശനശാസ്ത്രങ്ങൾ, അധ്യാത്മശാസ്ത്രങ്ങൾ അഭ്യസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഇയാളോട് ഇതിൻ്റെ ആന്തരിക രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നത്. അദ്ദേഹം വീണ്ടും ഈ അമ്മയെ ഒരു തവണ കൂടെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും അവർ പിന്നീട് ഒരിക്കലും ആശ്രമത്തിലേക്ക് വന്നില്ല. അപ്പോൾ തലേ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ സംഭവത്തെ അതിൻ്റെ ഗഹനതകൾ എങ്ങനെയൊക്കെയാണ് ബാബ മനസ്സിലാക്കി കൊടുത്തത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് അവതാരമൂർത്തികളായ ഗുരുക്കന്മാർ മുഴുവൻ ഇങ്ങനെ ചെയ്യുക. അവരൊരു വർത്തമാനം പറയുകയോ ഒരു സംഭവം കാണിക്കുകയോ ചെയ്താൽ ഇതിന് വലിയ ഗഹനതകളുണ്ടാവും. അത് അധ്യാത്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളാണ് ജീവിതത്തിൽ ഇവർ പ്രായോഗികമാക്കി കാണിക്കുന്നത്. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അധ്യാത്മശാസ്ത്രങ്ങളാണ്. ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ദർശനങ്ങളോ ഉപനിഷത്തോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഓരോ സംഭവങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നതും. അതുകൊണ്ടാണ് ദഭോൾക്കറോട് പറഞ്ഞത്, അത് ഹേമത് പാന്തിനോട് പറഞ്ഞു. ഹേമത് പാന്ത് ആണ് സായി സച്ചരിതം രചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദ് ഭായി ദഭോൾക്കർ എന്നാണ്. അത് ഹേമത് പാന്ത് എന്ന് പറയാൻ, ഹേമത് പാന്ത് എന്ന് പറഞ്ഞ ഒരു പേര് അദ്ദേഹത്തിന് ഉള്ളതല്ല. ഈ പറയാൻ കാരണം, ഇദ്ദേഹം നേരെ വന്ന് ബാബയെ കാണുന്ന സമയത്ത് നീ ഒരു ഹേമത് പാന്ത് ആണല്ലോടെ എന്ന് പറഞ്ഞത് മുതലാണ് അദ്ദേഹം പലപ്പോഴും സായിനാഥൻ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഹേമത് പാന്ത് ഹേമത് പാന്ത് ഹേമത് പാന്ത് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് അദ്ദേഹം സ്വയം ആ പേര് സ്വീകരിക്കുന്നത്. പിന്നീട് ഗോവിന്ദ് ഭായി ദഭോൾക്കർ എന്നുള്ള പേര് അദ്ദേഹം ഒരു കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും സായിനാഥൻ ഇട്ട പേര് ഹേമത് പാന്ത് എന്നാണ്, അതുകൊണ്ട് ഞാനതൊന്ന് സ്വീകരിച്ചിരിക്കുന്നത്, അത്ര തന്നെ. പക്ഷെ പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ സായിനാഥൻ തന്നെ അത് പിന്നീട് മറ്റൊരാളിനോട് പറഞ്ഞു, യവൻ തന്നെയാണ് ഹേമത് പാന്ത്. ഹേമത് പാന്ത് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഗോവിന്ദ് ഭായി ദഭോൾക്കർ ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈ ഷിർദിയിലെ ഭരണാധികാരിയായിരുന്ന രാജാവിൻ്റെ മന്ത്രിയായിരുന്നു ഹേമത് പാന്ത്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ഹേമത് പാന്ത് എന്നാണ്. അപ്പോൾ ഇദ്ദേഹം വലിയ താർക്കികനായിരുന്നു ഹേമത് പാന്ത്. അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം തർക്കിക്കും. അങ്ങനെയല്ല, ഘൃതാധാരം പാത്രം വാ പാത്രാധാരം ഘൃതം, ഇങ്ങനെ പറഞ്ഞ് തർക്കിക്കുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് താർക്കികൻ, നൈയായികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു.
അങ്ങനെ കുറച്ച് നെയ്യ് മേടിക്കാൻ വിട്ടതാണ്. പുള്ളി കടയിൽ നിന്ന് നെയ്യും മേടിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ പുള്ളിയുടെ താർക്കികമായ പുള്ളിയുടെ ബുദ്ധി ഉണർന്നു. പുള്ളിക്കൊരു സംശയം, പാത്രാധാരം ഘൃതം, പാത്രത്തെ ആശ്രയിച്ചാണോ ഇതിനകത്തെ നെയ്യ് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ഘൃതാധാരം പാത്രം, നെയ്യിനെ ആശ്രയിച്ചാണോ ഈ പാത്രം നിലകൊള്ളുന്നത്? ഇത് എന്തിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ അസ്തിത്വം നിൽക്കുന്നതെന്ന് പുള്ളിക്കൊരു സംശയം. അപ്പോൾ പുള്ളി പഠിച്ചിട്ടുണ്ട്, പ്രത്യക്ഷേ കിം പ്രമാണം. നേരിട്ട് കാണുന്നതിന് പ്രമാണമൊന്നും വേണ്ട, നേരിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കുന്നില്ല, അതിന് പ്രമാണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നോക്കാം, അത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ പാത്രത്തിനകത്ത് നെയ്യ് കിടക്കുക. അപ്പോൾ അപ്പോൾ പാത്രാധാരം ഘൃതം എന്ന് പറയേണ്ടി വരും. അല്ല, ഘൃതാധാരം പാത്രമാണോ എന്ന് അറിയണമെങ്കിൽ കമത്തി നോക്കണം. അപ്പോൾ പുള്ളിക്കാരൻ അത് കമത്തി നോക്കിയപ്പോൾ നെയ്യ് അങ്ങ് പോയപ്പോൾ മനസ്സിലായി പാത്രാധാരം ഘൃതം എന്ന. പക്ഷേ നെയ്യ് അങ്ങ് പോവുകയും ചെയ്തു. ഈ നൈയായികരുടെ ബുദ്ധിയെ പരിഹസിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ സായിനാഥൻ അല്ലെങ്കിൽ ഗുരുക്കന്മാരെല്ലാം കൊടുക്കുന്ന ശിക്ഷണങ്ങളിൽ പലപ്പോഴും ഈ കൊടുക്കുന്നത് മുഴുവൻ ഏതെങ്കിലും തരത്തിൽ നിഗൂഢതകൾ ചുരുളഴിക്കുന്ന ശിക്ഷണമായിരിക്കും കൊടുക്കുക. ഈ മനുഷ്യൻ വലിയ താർക്കികനായിരുന്നു, ഹേമത് പാന്ത്. 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജന്മമെടുത്തിരിക്കുന്നത്. ജന്മമെടുത്ത് സായിനാഥന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, നീ ഹേമത് പാന്ത് അല്ലേടാ എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് ആദ്യം ചുമ്മാ ഇങ്ങനെ തർക്കിക്കനാ ഹോൾക്കർ, ചുമ്മാ കണ്ടവാനം തർക്കിക്കും. അതുകൊണ്ട് താർക്കികനായതുകൊണ്ട് നീ ഹേമത് പാന്ത് ആണോടാ എന്ന് ചോദിച്ചു എന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, പുള്ളി ഹേമത് പാന്തിന്റെ തന്നെ അടുത്ത ജന്മമാണ്. അതാ സൂചിപ്പിച്ചത്. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഭായ് പുള്ളിയുടെ ഈ ജന്മത്തിലെ പേരങ്ങ് ഉപേക്ഷിച്ചിട്ട് സായിനാഥൻ ഇട്ടുകൊടുത്ത പേര് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹേമത് പാന്ത് എന്ന് വരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം സായി സച്ചരിതം എഴുതുന്നത്. ഈ സായി സച്ചരിതം എഴുതിയ സമയത്ത് ഭഗവാനോട് ചോദിച്ചു, ഈ ഒരുപാട് കഥകൾ ആ ജീവിതത്തിൽ നടന്നിട്ടുള്ള അത്ഭുത സംഭവങ്ങൾ മുഴുവൻ ഇങ്ങനെ പലരിൽ നിന്നായി കളക്ട് ചെയ്തിരുന്നു. ഈ കളക്ട് ചെയ്ത സംഭവങ്ങളെല്ലാം അവസാനം ചെന്ന് സായിനാഥനെ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഷിർദിയിൽ പോയിട്ടുള്ളവർക്കറിയാം, മസ്ജിദിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ഒരു ചതുര സാധനങ്ങൾ വെക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഡിപ്രഷൻ പോലെ ഒരു സാധനമുണ്ട്. ചെറിയൊരു, നമുക്ക് വേണമെങ്കിൽ ഒരു മെഴുകുതിരിയോ വല്ലതും അവിടെ വെക്കാൻ പറ്റും. അത്രയ്ക്കൊരു ഉള്ളിലേക്കൊരു ചെറിയൊരു, ഷിർദിയിൽ പോയിട്ടുള്ളവരില്ലേ, മനസ്സിലായില്ലേ? ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടോ ഇത്? അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സായിനാഥൻ ശരീരത്തിലുണ്ടായിരുന്ന സമയം മുഴുവൻ ഒരു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചാരി നിന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇരിക്കുകയില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങനെ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം കൈ പിടിച്ചുകൊണ്ടിരുന്ന ആ ഡിപ്രഷൻ ഉണ്ട് അവിടെ, ഇപ്പോഴും ഉണ്ട്. ഇപ്പം തൊടാൻ പറ്റില്ല. ഞങ്ങൾ ആദ്യകാലത്ത് പോകുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ തൊടാനും ഇങ്ങനെ കൈ അവിടെ പിടിച്ചുകൊണ്ട് നിന്ന് ജപിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അടുത്തയാൾ അവിടെ തൊടണം എന്ന ആഗ്രഹത്തോടെ വരുന്നത് വരെ നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് വർദ്ധിക്കുകയും ഇതിന് ബുക്കിംഗ് ഒക്കെ ആകുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരത് ഒരു വേലിയിട്ടു. ഇപ്പോൾ ആർക്കും അവിടെ സ്പർശിക്കാൻ പറ്റില്ല. അതുപോലെ ഉതി എന്ന് പറയും, അന്ന് സായിനാഥൻ ചെയ്തുകൊണ്ടിരുന്ന അതിനകത്തോട്ട് വിറക് ഇങ്ങനെ ഇട്ട് അത് ഭസ്മമായിക്കൊണ്ടേയിരിക്കും. അതേ നമുക്ക് അതിനകത്ത് കൈയിട്ടിളക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഞങ്ങൾ അതിനകത്ത് കൈയിട്ടിളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭസ്മത്തിനകത്ത് കൈയിട്ടിളക്കുന്നതിന് വലിയ അത്ഭുത കാര്യമാണോ? അതെ, അത് കത്തിക്കൊണ്ടിരിക്കുന്നതാണ്, എപ്പോഴും ചൂടുണ്ടാകും. പക്ഷെ നിങ്ങൾ അതിനകത്ത് കൈയിട്ടിളക്കിയാൽ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടില്ല. അപ്പോൾ ഈ ഒരു അത്ഭുതാനുഭവത്തിന് വേണ്ടി ആൾക്കാർ അതിനകത്ത് ചെന്ന് കൈയിട്ടിളക്കും. അപ്പോൾ കൈയിട്ടിളക്ക ഇത് ശല്യം അങ്ങ് വർദ്ധിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവരവിടെയും ഒരു വേലിയിട്ടു. ഇപ്പോൾ അവിടെ ചെന്നാൽ അവിടെയും തൊടാൻ ഒക്കുകയില്ല, ഇവിടെയും തൊടാൻ ഒക്കുകയില്ല. നിങ്ങൾ ആ മസ്ജിദിൽ, ദ്വാരകാമായി എന്ന് പറയുന്ന ഈ മസ്ജിദിൽ ചെന്ന് അവിടെ ചെന്ന് കണ്ട് തൊഴുത് ഇങ്ങനെ ഇറങ്ങിപ്പോരാൻ മാത്രമേ പറ്റൂ. മസ്ജിദും ഒന്ന് നന്നാക്കിയിട്ടുണ്ട്, ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് മെച്ചമാക്കിയിട്ടുണ്ട്. അപ്പോൾ സായിനാഥനോട് ചോദിച്ചു, ഇത് മുഴുവൻ കഥകൾ മുഴുവൻ പറഞ്ഞു വരുമ്പോൾ സായിനാഥനോട് ചോദിച്ചു, ഇത് മുഴുവൻ ഞാൻ എങ്ങനെ എഴുതി തീർക്കും? ഇത് മുഴുവൻ എഴുതി തീർക്കാനാണെങ്കിൽ എത്ര വോള്യങ്ങൾ വേണ്ടി വരും? അപ്പോൾ സായിനാഥൻ പറഞ്ഞു, അത് മുഴുവനൊന്നും എഴുതണ്ട. അത് പറഞ്ഞു, ഓരോന്നായിട്ട് പറ, ഞാൻ പറയാം ഏത് എഴുതണമെന്ന്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു, ഇന്ന സംഭവം എഴുതിക്കോ, ഇന്ന സംഭവം എഴുതിക്കോ. അപ്പോൾ സായിനാഥൻ സെലക്ട് ചെയ്ത സംഭവങ്ങളാണ് ഓവി എന്ന് പറയുന്ന വൃത്തത്തിൽ. ഓവി എന്ന് പറഞ്ഞാൽ 3 വരികളെ കാണും. മഹാരാഷ്ട്രയിലെ ഒരു പ്രാചീനമായ വൃത്തമാണ്. ആ വൃത്തത്തിലാണ് സായി സച്ചരിതം മുഴുവൻ ഗോവിന്ദ് ഭായ് ദപോൾക്കർ എഴുതുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഈ സംഭവങ്ങൾ സെലക്ട് ചെയ്തത് മുഴുവൻ സായിനാഥൻ തന്നെയാണ്. അപ്പോൾ സെലക്ട് ചെയ്തതിൻ്റെ കാരണം പിന്നീട് ശ്യാമയോട് പറയുന്നുണ്ട്, ഈ സംഭവങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഈ നിങ്ങൾക്ക് വേണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതായത് സാധാരണ ഒരു മനുഷ്യജന്മമെടുക്കുന്ന ഒരാളിന് ആന്തരികവും ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എന്നാണ് ഇന്ദിരാ ഖേർ പറയുന്നത്. അപ്പോൾ ആന്തരികവും ബാഹ്യവുമായ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ, അതിൻ്റെ എല്ലാം പരിഹാരമായിട്ടാണ് ഇത്രയും സംഭവങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സംഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന ഭാഗം വായിച്ചാൽ മതി, അത് ഇത്ര തവണ വീതം ഇത്ര ദിവസത്തേക്ക് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കും. അതല്ല, ഇനി നമുക്ക് അങ്ങോട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യുന്ന പണി കണ്ണു അടച്ച് പറഞ്ഞു കൊടുക്കുന്ന സായി മഹിമാവർണ്ണനം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. സായി മഹിമാവർണ്ണനം. അപ്പോൾ ഈ അധ്യായം ഇരുന്ന് വായിച്ചോളാൻ പറയും. എടുത്ത് ഒരെണ്ണം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അങ്ങനെ ചെയ്തോളാൻ പറയും. ഇതെല്ലാം വളരെ അച്ചട്ടായ അനുഭവങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണോ ഇത്, ഏത് ഘടനയാണ് ഇതിൻ്റെ ഘടന, സായിനാഥൻ പറഞ്ഞു കൊടുത്ത ഘടനയിലാണ് ഈ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഈ ഘടനയുടെ പ്രത്യേകത ഇത് കുറച്ചുകൂടി ഡീപ്പാണ്. ഈ ഘടനയെ ആശ്രയിച്ചാണ് നമ്മുടെ പ്രാചീന ഭാരതത്തിലെ ഛന്ദശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ഇന്ന വാക്കിന് ശേഷം ഇന്ന വാക്ക് വരണം. നമ്മൾ നൗൺ എന്ന് പറയില്ലേ, നാമപദങ്ങൾ, ക്രിയാശബ്ദങ്ങൾ, വിശേഷണങ്ങൾ, ഈ മൂന്നെണ്ണം എടുത്താൽ മതി. നാമം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും പേര് പറയുന്നത് നാമം. ക്രിയ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ പേര് പറയുന്നത് ക്രിയ. വിശേഷണം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ മൂന്ന് സാധനങ്ങൾ എടുക്കാനാണ് ആചാര്യന്മാർ പറയുക. ഇതിൻ്റെ ഒരു മിളനം, അതായത് ഇത് കൂട്ടിച്ചേർക്കുന്ന രീതി, പ്രത്യേക രീതിയിൽ ഇവ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു മന്ത്രത്തിൻ്റെ ശക്തി ഉണ്ടാവും. ഇത് ജീവജാലങ്ങളെ മുഴുവൻ സ്വാധീനിക്കും. അപ്പോൾ സായിനാഥൻ പറഞ്ഞു, അങ്ങനെ നീ ഓവി എഴുതുകയാണെങ്കിൽ ഓരോ ദിവസവും ഓവി എഴുതിയത് അത്രയും സായിനാഥനെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ പറയാ ആ വാക്ക് അങ്ങനല്ല ഉപയോഗിക്കേണ്ടത്, അത് ഇടതുവശത്ത് വരണം, അല്ലെങ്കിൽ അത് വലത്തുവശത്ത് വരണം, അങ്ങനെ മാറ്റാൻ പറയും. അപ്പോൾ ഹേമത് പാന്ത് ചോദിക്കും, എന്തിനാ അങ്ങനെ മാറ്റുന്നത്? ഇടതുവശത്ത് വന്നാലും വലതുവശത്ത് വന്നാലും അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ലല്ലോ. അല്ല, അതിൽ നിന്നുള്ള പ്രാണോർജ്ജത്തിൻ്റെ വിന്യാസത്തിന് വ്യത്യാസം വരും, അതുകൊണ്ടത് മാറ്റാൻ പറയും. ഇപ്പോൾ നിങ്ങൾക്കത് ഈ സായി സച്ചരിതത്തിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഒറിജിനൽ ട്രാൻസ്ലേഷൻ എന്ന് ഞാൻ പറയാൻ കാരണം ഇത് അതിൻ്റെ ഈ സമ്മതി ഇപ്പം കിട്ടും. വേറെ പലരും ഈ സായി സച്ചരിതം കുറഞ്ഞ വാക്യങ്ങൾ എൻ്റെ കഥ മാത്രമായിട്ട് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അബദ്ധം പറ്റരുത്. ഒറിജിനൽ സാധനം ഒരൊറ്റയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. കവി PR രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കക്ഷി എഴുതിയത് ഒറ്റ ട്രാൻസ്ലേഷനെ മലയാളത്തിൽ ഒറിജിനലായിട്ടുള്ളൂ. ബാക്കിയുള്ള കൃതി ഒന്നും ഒറിജിനലല്ല. ഞാനീ പറയുന്ന ദിവ്യശക്തികൾ മുഴുവൻ PR രാധാകൃഷ്ണൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിനേ ഉള്ളൂ. കാരണം ആ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അധ്വാനം എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സായിനാഥൻ പറഞ്ഞു, അതിന് ഇപ്പം നമ്മളൊരു കാര്യം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. ഇപ്പം ഈശ്വരനെ കുറിച്ചൊരു വാക്യം പറയുക, സർവശക്തനും സർവാന്തര്യാമിയും എല്ലായിടത്തും ഉള്ളവനുമായ ഈശ്വരൻ. സർവശക്തനും സർവാന്തര്യാമിയുമായ ഈശ്വരൻ. അപ്പൊ ഇവിടെ ഈശ്വരൻ എന്നുള്ളതാണ് നാമം. അത് തൊട്ടു മുമ്പ് പറഞ്ഞ സർവശക്തനും സർവാന്തര്യാമിയും എന്ന് പറയുന്നത് വിശേഷണമാണ്. സർവശക്തനും സർവാന്തര്യാമിയും എന്ന് പറയുന്നത് വിശേഷണമാണ്. നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ എങ്ങനെ പറയുക? സർവശക്തനും സർവാന്തര്യാമിയുമായ ഈശ്വരൻ. പക്ഷെ ഓവിക്കകത്ത് കൊടുത്തിരിക്കുന്നത് ആ ഓർഡർ അല്ല. ഗോഡ് ഹൂ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ, ഹൂ ഈസ് ഓംനി പ്രസന്റ്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈശ്വരൻ യാതൊരുവനാണോ സർവശക്തനും സർവാന്തര്യാമിയുമായി ശോഭിക്കുന്നത്. ഇതാണ് എൻ്റെ ഓർഡർ. റിലേറ്റീവ് പ്രോനൗൺ കൊടുത്തുകൊണ്ടാണ് ആ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇത് സായിനാഥന്റെ നിർദ്ദേശമാണ്. ഇതെങ്ങനെയാണോ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതുപോലെ നീ എഴുതിയാൽ മതി. ഇതിൻ്റെ സ്വന്തം വേലത്തരങ്ങൾ ഇതിനകത്ത് കാണിക്കണ്ട. അപ്പോൾ എന്തുകൊണ്ട് കാണിക്കണ്ട?
എന്തുകൊണ്ട് കാണിക്കണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മാത്രമേ എൻ്റെ ഫോഴ്സ് ഇതിനകത്തേക്ക് വരൂ. എൻ്റെ ഫോഴ്സ് ഇതിനകത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ഇത് രചിച്ചിരിക്കണം. ഇങ്ങനെയാണ് ആ പുസ്തകം ഹേമന്ത് പാന്ത് എഴുതുന്നത്. അപ്പോൾ പി ആർ രാധാകൃഷ്ണൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അതേ രീതിയിലാണ്. ഇന്ദിരാ ഖേറിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, അതിനകത്ത് അവർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സായി ഹു ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ, കോമ ഹു ഈസ് ദ സസ്റ്റെയിനർ ഓഫ് ഓൾ, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അതിനാ അങ്ങനെ ചെയ്തിരിക്കുന്നത്? സായി ദ സസ്റ്റെയിനർ ആൻഡ് ക്രിയേറ്റർ ഓഫ് ഓൾ എന്ന് കൊടുത്താൽ പോരെ? എന്തിനാ ഇങ്ങനെ വിസ്തരിച്ച് പോയിരിക്കുന്നത്? ഇന്ദിരാ ഖേർ അതിന് കൊടുത്തിരിക്കുന്നത് അതാ സായിനാഥൻ നിർദ്ദേശിച്ച ഓർഡറാണ്. ആ ഓർഡർ അനുസരിച്ചാണ് പി ആർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സമ്പൂർണ്ണ സായി സച്ചരിതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇപ്പോൾ അവൈലബിൾ അല്ല, കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ സാധനം പുറത്തിറങ്ങും. മാതൃഭൂമിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ലാസ്റ്റ് നേരത്തെ ഒന്ന് ഇറങ്ങിയതാണ്, 20,000 കോപ്പികൾ പോയി. പലരും അത് ആവശ്യക്കാർ വന്നുകൊണ്ടിരിക്കുക. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പുസ്തകത്തെക്കുറിച്ചല്ല പറയുന്നത്. പുസ്തകം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്നിരുന്നാലും അതിനകത്ത് കൊടുത്തിട്ടുള്ള സംഭവഗതികളുടെ പ്രത്യേകത സായിനാഥൻ തന്നെ സെലക്ട് ചെയ്തതാണ് എന്നാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും ഈ അവതാര ഗുരുക്കന്മാർ ഓരോന്ന് കാണിക്കുന്നതും പറയുന്നതും മുഴുവൻ മനുഷ്യവർഗത്തിന് മൊത്തത്തിലുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ്, ഒരു സന്ദേശമായിട്ടാണ് കൊടുക്കുക ഒന്ന്. അപ്പോൾ ഈ സന്ദേശമായിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ സന്ദേശത്തിനകത്ത് അധ്യാത്മശാസ്ത്രങ്ങൾ മുഴുവൻ വരും. അധ്യാത്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതിനകത്തേക്ക് ഇങ്ങനെ വരും. അപ്പം ഇത് നമുക്ക് പാഠമാണ്. ഇത് സായിനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കഥ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ, അതിൻ്റെ പിന്നിലുള്ള തത്വം കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ സായി സച്ചരിതത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. സായിനാഥനും ശിഷ്യന്മാരും കൂടെ ഒരിടത്ത് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തവളയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കാം. ഈ കരച്ചിൽ കേട്ടുകൊണ്ട് സായിനാഥൻ പെട്ടു, അയ്യോ അവനെ ഞാൻ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ളതാ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് കോളത്തിൻ്റെ അടുക്കിലേക്ക് ഓടി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഓടി. അവിടെ ചെന്നിട്ട് നോക്കിയപ്പോൾ തവളയെ പിടിക്കാൻ ഒരു പാമ്പ് അങ്ങനെ പോവുക. അദ്ദേഹം പാമ്പിനോട് നോക്കിയിട്ട് പറഞ്ഞു, അവനെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുക്കണം, പൊക്കോ എവിടെയാണെന്ന് വെച്ചാലെന്ന് പറഞ്ഞു. ഇല്ല, ഇതിനെ ഞാൻ ശരിയാക്കി കളയാമെന്ന് പറഞ്ഞു. പാമ്പ് പെട്ടെന്ന് വാലും ചുരുട്ടി ഒരു വഴിക്കൂടെ അങ്ങ് പോയി. തവള ചാടി ഒരു ബോട്ടിനകത്തേക്ക് അങ്ങ് കയറുകയും ചെയ്തു. അപ്പോൾ തിരിച്ചിങ്ങ് വന്നപ്പോൾ പറഞ്ഞു, തവളയ്ക്ക് വാക്ക് കൊടുത്തു അതിനെ രക്ഷിക്കാമെന്ന്. അങ്ങനെയാണ്. അതെന്താന്ന് ചോദിച്ചാൽ ഇവൻ്റെ പേര്, തവളയുടെ പേര് ഇന്നതാണ്, ആ പാമ്പായിട്ട് വന്നവൻ്റെ പേര് ഇന്നതാണ്. കഴിഞ്ഞ ജന്മത്തെ യവന്മാർ രണ്ടും കൂടെ ഒരു ക്ഷേത്രത്തെ ചൊല്ലി വഴക്കുണ്ടായി. 30 വർഷം മുഴുവൻ ഇവന്മാർ യുദ്ധം ചെയ്തു. കേസ് കളിക്കുകയും അടിക്കുകയും പിടിക്കുകയും ഗുണ്ടകളെ കൊണ്ടുവരികയും ഭൂമി കയ്യേറുകയും തിരിച്ചു കയ്യേറുകയും സകല അധർമ്മങ്ങളും കഴിച്ച് ജയിക്കാൻ വേണ്ടി അധർമ്മങ്ങൾ ചെയ്തു. ഒരുപാട് അധർമ്മങ്ങൾ ജയിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടി. ഈ അധർമ്മങ്ങൾ കാരണം വൈരാഗ്യത്തോടെയാണ് മരിക്കുന്നത്. മരിക്കുന്ന സമയത്തും ഈ വൈരാഗ്യത്തോടെയാണ്, കീരിയും ചേരയുമായിട്ടാണ് ചാകുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ മനുഷ്യജന്മം പ്രാപിച്ചവർ മനുഷ്യജന്മത്തിൽ നിന്ന് താഴേക്ക് പോകാറില്ല. ഇത് സായിനാഥൻ പലരോട് പറഞ്ഞിട്ടുണ്ട്. താഴോട്ട് പോവില്ല, നീ പേടിക്കണ്ട. മഹാകള്ളനായിരുന്ന ഒരുത്തൻ, കുറ്റവാളിയായിരുന്ന ഒരുത്തൻ ഹൈദരാബാദിൽ നിസാമിൻ്റെ ജയിലിൽ കിടന്നതാണ്. അവിടുന്ന് അയാളെ വലിച്ച് പുറത്താക്കി. അയാൾ ഏതാണ്ട് ദയാഹർജിയൊക്കെ കൊടുത്ത് വലിച്ചു പുറത്താക്കി. മുസ്ലിം ആയിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ വലിച്ച് പുറത്താക്കി. അപ്പൊ ഇയാള് മുസ്ലിം ആയിരുന്നത് കൊണ്ട് ഇയാൾ ചെയ്ത തെറ്റുകൾ മുഴുവൻ നിസാം അങ്ങ് പുറത്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇയാൾ ജയിലിൽ കിടന്ന സമയത്ത് ഇയാളുടെ കൂട്ട് തടവുകാർ കുറച്ച് പേര് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് ഈ കർമ്മബന്ധത്തെക്കുറിച്ച് ഇയാൾ പഠിക്കുന്നത്. അപ്പോൾ അയാൾ പുറത്ത് ചാടിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി, താൻ ഈ ചെയ്തത് ശരിയാണോ? ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരില്ലേ എന്ന് സംശയം വന്നു. അപ്പോൾ അന്ന് സായിനാഥൻ ശരീരത്തിലുണ്ട്. അദ്ദേഹം നേരെ ഷിർദിയിൽ വന്ന് സായിനാഥനെ കണ്ടു തൊഴുതു. അപ്പോഴാണ് സായിനാഥൻ സൂഫിയാണ് എന്നൊരു സങ്കല്പമുണ്ട്. ഈ സൂഫികളെന്ന് പറഞ്ഞാൽ മുസ്ലിം സിദ്ധന്മാരാണ് എന്നും ഒരു സങ്കല്പമുണ്ട്. വാസ്തവത്തിൽ ഇവർ മുസ്ലിം സിദ്ധന്മാരൊന്നും അല്ല. ഈ സായിനാഥൻ തന്നെ ഇട്ടിരുന്ന മുട്ടിന് താഴെ ഇറങ്ങി വരുന്ന ഒരു ഉടുപ്പുണ്ട്, കറുത്ത കമ്പിളി. അതിന് അവരുടെ ഭാഷയിൽ പറയുന്ന ഇവരെ സൂഫ് എന്ന് പറഞ്ഞാൽ നീണ്ട കമ്പിളി ഉടുപ്പ്. ഇതിന് സാധാരണ ഉറുദുവിൽ പറയുന്ന പേര്
കഫനി എന്നാണ്. അപ്പൊ ഈ കഫനിയുടെ പ്രത്യേകത, മരിച്ചു കഴിഞ്ഞാൽ ശവശരീരം ഇതുകൊണ്ടാണ് മൂടുന്നത്. അതുകൊണ്ടാണ് കഫനി എന്നതിനെ പറയുന്നത്. ശവക്കച്ച എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ ഈ കഫനി ധരിച്ചുകൊണ്ടാണ് സൂഫി സിദ്ധന്മാർ നടക്കാറുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന് സൂഫികളുമായി ഒരു ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് ഇദ്ദേഹം ശരീരം മുഴുവൻ മൂടുന്ന ഈ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ കരുതിയിരുന്നത് സായിനാഥൻ ഒരു സൂഫിയാണ് എന്നായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സൂഫികൾ ഉപയോഗിക്കുന്ന ഭാഷ അറബിക്കും ഒക്കെയാണ് ഉപയോഗിക്കുക. അറബിക്കും ഉറുദുവുമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് പലരും ധരിച്ചിരിക്കുന്ന, പിന്നെ ഈ ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ട് പലരും ധരിച്ചിരിക്കുന്നത് സൂഫികൾ മുസ്ലിങ്ങളാണെന്നാണ്. സൂഫികൾ മുസ്ലിങ്ങളല്ല. കാരണം ഇസ്ലാം ഉണ്ടാവുന്നതിന് ഏതാണ്ട് 500ഓളം വർഷങ്ങൾക്ക് മുൻപാണ് സൂഫി സമ്പ്രദായം തുടങ്ങുന്നത്. ഏതാണ്ട് 500ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് സൂഫി സമ്പ്രദായം തുടങ്ങുന്നത്. ഇതുകൊണ്ട് ഇനി അടുത്ത രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾക്ക് സൂഫികളെ കാണരുത്, സൂഫികളുടെ കബറിടങ്ങളിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. ഇപ്പം സലീമുദ്ദീൻ ചിഷ്ടിയുടെ ശവകുടീരമുണ്ട് അജ്മീറിലെ ദർഗ എന്ന് പറയും. ഈ ദർഗയിൽ പോകരുതെന്നാണ് ട്രഡീഷണൽ മുസ്ലിങ്ങൾ പറയുന്നത്. ഇവിടെ ഇപ്പൊ ഈ മുസ്ലിങ്ങളുടെ പള്ളികൾ 2 രീതിയിലുണ്ട്. ഒന്ന് ജുമാ മസ്ജിദ്. ജുമാ എന്ന് പറഞ്ഞാൽ നമസ്കാരം, നമസ്കരിക്കുന്ന സ്ഥലമാണ് മസ്ജിദ്. ദർഗകൾ എന്ന് പറയും. ദർഗ എന്ന് പറയുന്നത് വലിയ മുസ്ലിം സിദ്ധന്മാരെ സമാധിയിരുത്തിയ സമാധി പീഠങ്ങളാണ്. അപ്പൊ ഖുർആൻ അനുസരിച്ച് സമാധി പീഠങ്ങളെ ആരാധിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ സൂഫികൾക്ക് എതിരാണ് മുസ്ലിങ്ങൾ. അത് മാത്രവുമല്ല, ഇവരുടെ ആചരണങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. പ്രാചീന ഹിന്ദു ഐഡിയോളജിയുമായിട്ട് വളരെ ചേർന്ന് വരുന്നതാണ് ഇവരുടെ ആശയങ്ങൾ മുഴുവൻ. അവർ പ്രാർത്ഥിക്കുന്നത് തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അതിനെ മുസ്ലിങ്ങൾക്ക് അത് രസിക്കില്ലല്ലോ. അപ്പൊ ഈ കള്ളൻ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ സായിനാഥൻ മുസ്ലിമാണ്, കഫനി ധരിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ ചെന്ന് നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, എനിക്ക് പരാതി പറയാനുണ്ട്, സങ്കടപ്പെട്ടാ വന്നിരിക്കുന്നത്. അപ്പോൾ പറയും, നീ സങ്കടപ്പെട്ട എന്തിനാ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല. അപ്പോൾ അടുക്ക വന്ന് ശരീരത്തെ സ്പർശിക്കാൻ സമ്മതിച്ചില്ല. ദൂരെ വന്ന് ഇങ്ങനെ നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, എനിക്ക് അങ്ങേ തൊട്ട് നമസ്കരിക്കണം. അപ്പോൾ പറയും, എന്നെ തൊടാൻ പറ്റില്ല, നീ അവിടെ നിന്നുകൊണ്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ നമസ്കരിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതല്ല, എനിക്ക് അങ്ങയെ സ്പർശിച്ചേ പറ്റൂ. സ്പർശിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ട് പറ്റില്ല? അപ്പോൾ നിനക്കതിനുള്ള യോഗ്യതയായിട്ടില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് മനസ്സിൽ സങ്കടമുണ്ട്. അതങ്ങനെയാണ്, തെറ്റായ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് സങ്കടം ഒരിക്കലും ഒഴിയില്ല എന്ന് പറഞ്ഞു. നിന്റെ ജീവിതം മുഴുവൻ തെറ്റായ വഴികളിലൂടെയായിരുന്നു. എന്നിട്ട് സായിനാഥൻ അയാളോട് പറഞ്ഞു, നിന്റെ ഭക്ഷണം തെറ്റായിരുന്നു, നിന്റെ ആചരണങ്ങൾ തെറ്റായിരുന്നു, നിന്റെ വിശ്വാസ പ്രമാണങ്ങൾ തെറ്റായിരുന്നു, നിന്റെ പ്രവൃത്തിയും തെറ്റായിരുന്നു. അതുകൊണ്ട് നിനക്ക് എന്നെ സ്പർശിക്കാൻ പറ്റില്ല. സായിനാഥനെ അങ്ങനെ എല്ലാവർക്കും സ്പർശിക്കാൻ പറ്റില്ലായിരുന്നു, സമ്മതിക്കില്ലായിരുന്നു. ആരെങ്കിലും നമസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് പൊക്കോളാൻ പറയും. ശരീരത്തെ സ്പർശിച്ചിട്ടില്ല ആരും. ഈ ശ്യാമ എന്ന് പറയുന്നയാളും അതുപോലെ 4-5 പേര് മാത്രമേ ആ ശരീരത്തെ സ്പർശിച്ചിട്ടുള്ളൂ. ഈ ശ്രീരാമകൃഷ്ണദേവനെ 12 ശിഷ്യന്മാരെ തൊട്ടിട്ടുള്ളൂ. 13ാമതൊരാൾ ആ ശരീരത്ത് തൊട്ടിട്ടില്ല, തൊടാൻ സമ്മതിക്കില്ലായിരുന്നു. ആകെ 12 ശിഷ്യന്മാരെ സ്പർശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ രാമകൃഷ്ണദേവനോടൊപ്പം ഇരിക്കാനും കിടക്കാനും അനുവാദം ഉണ്ടായിരുന്നത് ഒറ്റയാളിനേ ഉള്ളൂ. ബ്രഹ്മാനന്ദ സ്വാമി എന്ന് വിളിച്ചിരുന്ന രാഖാൽ എന്ന് പറയുന്ന ഒറ്റയാളിന് മാത്രമേ ശ്രീരാമകൃഷ്ണദേവനോടൊപ്പം ഇരിക്കാനോ കിടക്കാനോ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 11 എണ്ണത്തിനും അനുവാദം കൊടുത്തില്ലെന്ന് ഓർക്കണം. സാക്ഷാൽ വിവേകാനന്ദ സ്വാമിയോട് ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞേച്ച് പോയാൽ മതി എന്ന് പറയും. അത്ര കണ്ട് വളരെ ക്ലോസ് അല്ല. ബ്രഹ്മാനന്ദ സ്വാമിക്ക് മാത്രമേ ആ ശരീരത്തെ സ്പർശിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇയാൾ കിടന്ന് കരയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സായിനാഥൻ പറഞ്ഞു, നീ കരയണ്ട, നീ താണുപോകില്ല. ഇയാളുടെ മനസ്സിൽ ഈ ഹിന്ദുവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് അയാളുടെ മനസ്സിലുണ്ടായത് അടുത്ത ജന്മം, ഇത്രയും അധർമ്മങ്ങൾ പ്രവർത്തിച്ചു കൂട്ടിയതല്ലേ, അതുകൊണ്ട് അടുത്ത ജന്മം പതിച്ചു പോകും, മൃഗ ജീവിതത്തിലേക്ക് പോകും. അപ്പോൾ സായിനാഥൻ പറഞ്ഞു, അങ്ങനെ പോവില്ല. എന്നിട്ട് ഹിന്ദു
അധ്യാത്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അതുപോലെ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അതായത് മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തേക്ക് പോകുന്നത് അവൻ്റെ ആഗ്രഹങ്ങളും കർമ്മങ്ങളും അനുസരിച്ചാണ് അടുത്ത ജന്മത്തേക്ക് പോകുന്നത്. ഇപ്പം നിന്റെ ആഗ്രഹങ്ങളിൽ ഒരു കാരണവശാലും താണ ജന്മങ്ങളിലേക്ക് പോകണ്ട. ആഗ്രഹം നിനക്ക് വന്നിട്ടില്ല, 1. 2, നീ എൻ്റെ അടുക്കൽ വന്നല്ലോ, ഇനി നിന്നെ ഞാൻ താഴോട്ട് വിടുകയില്ല. അപ്പോൾ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ശ്യാമ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവൻ തവളയും പാമ്പുമായത് എന്തുകൊണ്ടാണ്? അപ്പൊ സായിനാഥൻ പറഞ്ഞ, അവന്മാരെ ഞാൻ രക്ഷിക്കാൻ കഴിയുന്നത് നോക്കിയതാ, മനുഷ്യജന്മം വീണ്ടും കൊടുക്കാൻ നോക്കിയതാ. ജീവിച്ചിരുന്ന സമയത്ത് 10-30 കൊല്ലം ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ശക്തി കൊണ്ട് വീണ്ടും പോയി തവളയും പാമ്പുമായിട്ട് ജനിച്ചതാ. അപ്പൊ ഇനിയോ, ഇനി കീരിയും പാമ്പുമാകും. അപ്പൊ ഇനി കീരിയും പാമ്പുമാകും. പിന്നെയോ, കീരിയും പാമ്പുമായിട്ട് വീണ്ടും ഒരു ജന്മം കഴിയും. അത് കഴിഞ്ഞോ, പിന്നെയും 2 ജന്മങ്ങൾ ശത്രുക്കളായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞ് സായി. അപ്പോൾ യുവമാർക്ക് വാക്ക് കൊടുത്തോ? ഈ അവസാന കാലമായപ്പോൾ സായിയെ അവർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സായിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നത്, ഇങ്ങനെയാണ്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, സാരമില്ല, ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളിൽ ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം എന്നൊരു വാക്ക് കൊടുത്താ വിട്ടത്. അത് കാരണമാണ് ഇപ്പോൾ രക്ഷിക്കാൻ ഈ വന്നിരിക്കുന്നത്. അപ്പം പക്ഷേ ഈ രക്ഷിച്ചത് സായിനാഥനാണെന്നോ ഈ വാക്ക് കാരണമാണ് രക്ഷിച്ചതെന്നോ 2 എണ്ണത്തിനും അറിയില്ല. 1 പാമ്പും 1 തവളയുമാണ്. അപ്പൊ ശ്യാമ സായിനാഥനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവന്മാരെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അത് പറഞ്ഞാൽ അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യും. അതായത് അടുത്ത 4 ജന്മങ്ങൾ ഇവന്മാർ ശത്രു ജന്തുക്കളായി ജനിക്കേണ്ടതിനെ ഞാൻ ക്യാൻസൽ ചെയ്യും. അടുത്ത ജന്മം ഇവന്മാർക്ക് മനുഷ്യനായിട്ട് തന്നെ ജന്മം കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവന്മാർ പിന്നെ ശത്രുത കാണിക്കും, പിന്നെയും ശത്രുത കാണിക്കും. പക്ഷെ അതിനെ പരമാവധി ഞാൻ തടസ്സപ്പെടുത്താൻ നോക്കും. തടസ്സപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലോ പിന്നെ ഇവന്മാർ പോകും, പിന്നെയും താഴെ പോകും. ഗുരുക്കന്മാർ ചെയ്യുന്ന ഓരോ വിദ്യകൾ കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ അതിനകത്ത് ചെന്ന് വിട്ടുപോകും. എന്തെങ്കിലും ഒരു ഡ്യൂട്ടി കൊടുക്കും. ഈ ഡ്യൂട്ടി കൊടുക്കുന്നത് ഇവന്റെ കർമ്മബന്ധങ്ങൾ തീരാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേ ഇവൻ വിചാരിക്കുന്നത് അവന്റെ യോഗ്യത കൊണ്ടാണ് ഈ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നതെന്നാണ്. അപ്പൊ അവൻ ആ കസേര കയറി ഇരുന്നിട്ട് അഹങ്കാരം കാണിക്കാൻ തുടങ്ങും, തീർന്നു. പിന്നെയും ജന്മങ്ങൾ വർദ്ധിച്ചു വരും. അപ്പൊ ഗുരുവിന് എപ്പോഴും ഇതെല്ലാവരോടും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് സായിനാഥൻ ഹേമത് പാന്തിനോട് പറഞ്ഞു, നീ എൻ്റെ ചരിത്രം എഴുതുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജിജ്ഞാസ വന്നാൽ ഈ ജിജ്ഞാസയെ ജിജ്ഞാസ വരുന്ന സമയത്ത് ഈ ഗ്രന്ഥമെടുത്ത് തുറന്ന് നോക്കണം. അതിനൊരു നിർദ്ദേശം ശ്യാമയ്ക്ക് കൊടുത്തു. ഇത് ഇങ്ങനെ തുറക്കുക, കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് തുറക്കുക. എന്നിട്ട് തുറന്ന പേജിൽ നിന്ന് 9 പേപ്പറുകൾ ഇടത്തോട്ട് തള്ളുക. അപ്പോൾ 9ാമത്തെ പേപ്പറിന്റെ വലതുവശത്തെ മുകളിൽ നിന്ന് 8 വരി ഉപേക്ഷിക്കുക. 9ാമത്തെ വരി എടുത്തത് വായിച്ചു തുടങ്ങുക. കുറച്ചങ്ങ് വായിച്ചു പോവുക. അതിനകത്ത് നീ സംശയിച്ച കാര്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. അപ്പൊ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും ഓരോ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നതും എത്ര ഘടനകളുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നതെന്ന് ആലോചിക്കണം. വർഷങ്ങൾക്ക് ശേഷം, ഇനി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരാൾക്ക് വരാനിരിക്കുന്ന ഒരു ജിജ്ഞാസയെ ശമിപ്പിക്കുന്ന ഒരു നിർദ്ദേശം ഇതിനകത്ത് കിടക്കുക, ഇപ്പോഴേ എഴുതി വച്ചിരിക്കുക. സായിനാഥനോടൊപ്പം ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്ന ഒരു സാധു മനുഷ്യൻ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. അസ്പഷ്ടമായിട്ടേ എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. തെലുങ്കനാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തെ അനുഭവങ്ങൾ മുഴുവൻ ഇങ്ങനെ ഈ സായിനാഥൻ പറഞ്ഞ ഉപദേശങ്ങൾ മുഴുവൻ കുറിച്ചു വെച്ചു. വലിയൊരു പുസ്തകമായിട്ടാണ് അദ്ദേഹം സായിനാഥന്റെ സമാധിക്ക് ശേഷം തിരിച്ചങ്ങ് തെലുങ്ക് നാട്ടിലേക്ക് പോകുന്നത്. വിജയവാഡയ്ക്ക് അടുക്കലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ എന്നിട്ട് ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം ഫലം പറയുമായിരുന്നു. ഇദ്ദേഹം സായിനാഥനോടൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നത് കൊണ്ട് ആൾക്കാർ വന്നിട്ട് പറയും, ഒരു കൊച്ചിന്റെ കല്യാണം നടക്കുന്നില്ല, എന്താ ചെയ്യുക? അപ്പോൾ അദ്ദേഹം പതുക്കെ അദ്ദേഹം തന്നെ കൈകൊണ്ടെഴുതിയ സായിനാഥന്റെ ഉപദേശങ്ങൾ എടുത്ത് തുറന്നിട്ട് വലതുവശത്ത് വലത്തെ പേജിൽ എന്താണോ കാണുന്നത് അതിങ്ങനെ വായിക്കും. അപ്പോൾ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ അതിനകത്തുണ്ടാവും. ഒരുത്തൻ അവിടെ ഗ്രാമത്തിൽ കിണർ വെട്ടാൻ പോയി. കിണർ ഒരുപാട് വെട്ടി താഴോട്ട് പോയപ്പോഴും ഉപ്പുവെള്ളമാണ് വരുന്നത്. അപ്പോൾ അത് ഗ്രാമീണരെല്ലാം കൂടെ ഒരുപാട് താഴ്ത്തിട്ട് ഉപ്പുവെള്ളമാണ് വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, സായിനാഥൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കിണർ വെട്ടിയാൽ ഉപ്പുവെള്ളം ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യുക? സാധാരണ നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. നമ്മൾ വിചാരിക്കും
സായിനാഥൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഈ ഒരിടത്ത് കിണക്ക് ആന്ധ്രയിലെ വിജയവാഡയ്ക്കടുക്കൽ ഒരു കിണർ കുഴിക്കുമ്പോൾ അതിനകത്ത് ഉപ്പുവെള്ളം മാറാനുള്ള വഴി ഇയാൾക്ക് ഉപദേശിച്ചു കൊടുക്കും നേരത്തെ. എന്തൊരു വിഡിത്തമായി. അതുകൊണ്ട് ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഗ്രാമീണർക്ക് സംശയമില്ല. വിദ്യാഭ്യാസം ഉള്ളവനാണ് സംശയങ്ങൾ മുഴുവൻ കിടക്കുന്നത്. അത് ഗ്രാമീണന് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അവന് സംശയമില്ല, യുക്തിയുമില്ല. അവർ ചെന്ന് ഈ മനുഷ്യനോട് പറഞ്ഞതേ ഒന്ന് നോക്കിയാട്ടെ, ഈ വെള്ളം ആ ഉപ്പുവെള്ളം മാറാൻ എന്താ ചെയ്യേണ്ടത്. അദ്ദേഹം പതുക്കെ ഇത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ സായിനാഥൻ ഒരാളിനോട് പറയുക, വീണ്ടും വീണ്ടും കുഴിക്കുക, ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് ശുദ്ധജലം കിട്ടും. ഇത് വേറെ ആരാണ്ടോട് ഏതാണ്ട് പറഞ്ഞതാ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ആഴത്തിലേക്ക് ചെന്നാൽ ശുദ്ധജലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അമൃതജലം കിട്ടും നീ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞതാ. ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നിനക്ക് അമൃതജലം കിട്ടും എന്ന് പറഞ്ഞതാ. അവർ ഇങ്ങനെ സായിനാഥൻ പറഞ്ഞിട്ടുണ്ട്, വാക്ക് വെറുതെ ആവുകയല്ലോ, കുഴിച്ചോളാൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവരെ ആ വാക്ക് വിശ്വസിച്ച് വീണ്ടും ഇത് ആഴത്തിലേക്ക് കുഴിച്ചു. കുറെ ആഴത്തിലേക്ക് ചെന്നപ്പോൾ ഉപ്പുവെള്ളം അവസാനിക്കുകയും ശുദ്ധജലം വരികയും ചെയ്തു. അപ്പൊ ഇത് അന്ന് ആ ഉപദേശിച്ച സമയത്ത് ഭാവിയിൽ എത്രയോ ആയിരം വർഷങ്ങൾ ഈ വാക്യങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുമെന്നും അതിൻ്റെ എല്ലാം ഉത്തരമായി ഈ വാക്യങ്ങൾ മാറണമെന്നും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എത്ര ഗഹനമാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ ഗഹനതയിലാണ് ഇത്തരം കാര്യങ്ങൾ ഋഷീശ്വരന്മാർ പറയുന്നത്. അപ്പൊ ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെയാ പോവുക. എന്നെക്കുറിച്ച് സ്മരിക്കുമ്പോൾ എൻ്റെ അധ്യാത്മോപദേശങ്ങൾ സ്മരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ ഞാൻ എന്താണോ ഉപദേശിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കിടയിൽ ഇത് തിരുത്തിക്കൊണ്ടാണ് സായിനാഥൻ ജീവിച്ചിരുന്നത്. മന്ത്രോപദേശം കൊടുക്കുകയില്ലായിരുന്നു. സാധാരണഗതിയിൽ നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ശിഷ്യന്മാർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ദീക്ഷ കൊടുക്കും, മന്ത്രദീക്ഷ കൊടുക്കും, അല്ലെങ്കിൽ മന്ത്രോപദേശം കൊടുക്കും. മന്ത്രോപദേശം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മന്ത്രം ആവർത്തിക്കുകയായി ചെയ്യുക. പക്ഷെ സായി സമ്പ്രദായത്തിൽ അങ്ങനെ മന്ത്രം കൊടുക്കുന്ന ഒരു പണി ഇല്ല. ഈ മന്ത്രം കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മന്ത്രം ജപിച്ചാൽ മതിയല്ലോ. അപ്പൊ സദാസമയം ഇരുന്ന് ഈ മന്ത്രം ജപിച്ചോളൂ, നിങ്ങൾക്ക് സിദ്ധി വരും എന്ന് പറയും. മന്ത്രം ജപിക്കും. അപ്പൊ നിരന്തരം മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഇതിന് പ്രത്യേക ശക്തികളൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ സായിനാഥൻ പറഞ്ഞ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഈ മന്ത്രം കിട്ടുന്നവൻ സ്മരണയിൽ നിന്ന് വേറിട്ട് പോകും. സ്മരണ ഉണ്ടാവില്ല. പിന്നെ ഈ ചുണ്ടുകൊണ്ട് മന്ത്രം ജപിച്ചാൽ മതിയല്ലോ. അപ്പൊ പിന്നെ സ്മരണയുടെ ആവശ്യം വരുന്നില്ല. മന്ത്രം കിട്ടിയില്ലെങ്കിൽ സ്മരണയുണ്ടാവും. അപ്പോ ഹേമത് പാന്തിനോട് പറഞ്ഞു, എൻ്റെ സ്മരണയിൽ ജനം ഇരിക്കണം, മന്ത്രത്തിലല്ല, എന്നെ സ്മരിച്ചാൽ മതി, ബാക്കി ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സമ്പ്രദായത്തിൽ മന്ത്ര ഉപദേശം ഇല്ല. നിങ്ങൾ അങ്ങ് ചെയ്താൽ മാത്രം മതി. എന്ത് ചെയ്യുമ്പോഴും സ്മരണ ഉള്ളിലുണ്ടായിരിക്കുക. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും എന്ത് സ്മരണയാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് ദാസ്ഗനു സായിനാഥനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്ത് ചെയ്യുമ്പോഴും ഒരമ്മ കുട്ടിയെ കിണറ്റുകരയിൽ ഇട്ടിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ കുട്ടിയിലായിരിക്കും മനസ്സ് മുഴുവൻ. എന്തൊക്കെ ചെയ്താലും മനസ്സ് മുഴുവൻ ഈ കുട്ടിയിലായിരിക്കും. അതുപോലെ നീ പ്രാപഞ്ചികമായി എന്തൊക്കെ ചെയ്താലും മനസ്സ് എന്നിലായിരിക്കണം. ഈ മനസ്സ് എന്നിലായിരുന്നാൽ അത് മതിയാകും, വേറെ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. ജീവിതത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരന്തര സ്മരണയിലെത്തിയാൽ പിന്നീട് വേറെ വേറെ ദീക്ഷാക്രമത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. മന്ത്രദീക്ഷയുടെ ആവശ്യം പിന്നീട് വരുന്നില്ല. അതുകൊണ്ടാണ് ആ സമ്പ്രദായത്തിൽ ഇത് വരാത്തത്. അപ്പം മന്ത്രദീക്ഷ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണോ കൊടുക്കാത്തത് എന്നൊരു സംശയം വരാം. അങ്ങനെയല്ല. ഇത് ഓരോരുത്തരും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു വരുന്നതല്ലേ. ഓരോരുത്തർക്ക് ഓരോ ലൈനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞ ലൈനിൽ ചെന്നേ പറ്റുള്ളൂ. ആ മന്ത്രോപദേശം കൊടുക്കാത്ത ലൈനാണ് സായി സമ്പ്രദായത്തിൽ വരുന്നത്. അതുകൊണ്ട് മന്ത്രോപദേശത്തിൻ്റെ ലൈനിൽ വരുന്നവർ മാത്രം മറ്റു ഗുരുക്കന്മാരെ തേടുന്നു, അല്ലാത്തവർ സായി സമ്പ്രദായത്തെ തേടുന്നു. ഇതാ ചെയ്യുക. അപ്പോൾ മനുഷ്യർ വിചാരിക്കും മന്ത്രോപദേശം കിട്ടുന്ന വളരെ എളുപ്പമാണ്, മന്ത്രം ജപിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ സായി സമ്പ്രദായത്തിൽ മന്ത്രോപദേശം ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ അതങ്ങ് പ്രവർത്തിച്ചാൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന്. പക്ഷേ രസകരമായ സംഗതി, മന്ത്രോപദേശം കിട്ടുന്നതാണ് എളുപ്പം. സായി സമ്പ്രദായം എളുപ്പമല്ലെന്ന് പറയാൻ കാരണം സ്മരണ നിലനിൽക്കണം.
ഈ സ്മരണ നിൽക്കുകയില്ല. നമുക്ക് എന്തെങ്കിലും അഹിതം സംഭവിച്ചാൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഒന്നാമത് മന്ത്രോപദേശമില്ല, അതിൻ്റെ കൂടെ ഒരു അഹിതം സംഭവിക്കുകയും കൂടെ ചെയ്താൽ നമ്മൾ പിണങ്ങും. ഈശ്വരനോട് പോലും പിണങ്ങിക്കളയും. ഒരു വീട്ടിലൊരു മരണം നടന്നതിന് ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തരായിരുന്ന ഒരു ദമ്പതിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15 വർഷം കഴിഞ്ഞു. ഓരോ മാസവും അവർ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അവർ ഒരു തവണ ഗുരുവായൂർക്ക് പോയിട്ട് തിരിച്ച് പുതിയൊരു വാഹനം മേടിച്ചത് ഗുരുവായൂർ കൊണ്ടുപോയി അത് പൂജിക്കണമെന്നും പറഞ്ഞ് വന്ന് പൂജിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോയതാണ്. അവരുടെ കുടുംബത്തിലെ വളരെ വേണ്ടപ്പെട്ട ഒരു അംഗം ഈ തിരിച്ചു വന്ന കാറ് ഒരു വാഹനമായിട്ട് കൂട്ടിയിടിച്ച് ഇവരുടെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ഒരു അംഗം അവിടെ വെച്ച് തന്നെ തീർന്നു. അതിന് ഗുരുവായൂരപ്പനോട് വഴക്കായി. പിന്നീട് ഇപ്പോൾ 15 വർഷം കഴിഞ്ഞ് അവർ ഈ നിമിഷം വരെ പിന്നീട് ഗുരുവായൂർക്ക് പോയിട്ടില്ല. നമ്മളിതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഗുരുവിനോട് പോലും വഴക്കുണ്ടാക്കും, ഈശ്വരനോട് പോലും വഴക്കുണ്ടാക്കും. ഈശ്വരന് വഴങ്ങാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് നടക്കണം. ഇത് സായിനാഥൻ ദാസ്ഗനുവിനോട് പറയുന്നുണ്ട്. നീ വിചാരിക്കുന്നതല്ല നടക്കുന്നത്, ഞാൻ വിചാരിക്കുന്നതാണ്. അപ്പോൾ ദാസ്ഗനുവിന് കാശിക്ക് പോകണം. അതിന് സായിനാഥനോട് പറഞ്ഞു, എനിക്ക് കാശിക്ക് പോകണം, അവിടുന്ന് അനുവദിക്കണം. സായിനാഥനൊന്നും അനുവദിച്ചില്ല. എനിക്ക് അനുവദിക്കാതിരിക്കുകയോ ചെയ്യില്ല, ചുമ്മാ ഇങ്ങനെ ഇരുന്നു. എന്തിനാടാ ഇപ്പൊ കാശിക്ക് പോകുന്നതെന്ന് ചോദിച്ചു. എനിക്ക് കാശിക്ക് പോകണം. ഒന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം പിന്നെയും ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കാശിക്ക് പോകണം. എന്തിനാടാ കാശിക്ക് പോകുന്നത്? കാശിക്ക് പോകണം. പിന്നെ ഒന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ ദിവസം പിന്നെയും ചെന്ന് വഴക്കായി, എനിക്ക് കാശിക്ക് പോകണം. അവ പറയാണ്ട അവിടെ അതിലൂടെ ഒഴുകുന്ന ഒരു ചളിവെള്ളം ഒഴുകുന്ന ഒരു ചെറിയ പുഴയുണ്ട്, അതിനകത്ത് പോയി മുങ്ങിയേച്ചു വന്ന് പറഞ്ഞു. അത് പരിഹസിച്ചതാണ് എന്ന് പുള്ളിക്ക് തോന്നി. അതുകൊണ്ട് അത് ചെയ്തില്ല. ആ ചളിവെള്ളത്തിനകത്ത് പോയി മുങ്ങിയേച്ചു വരാൻ പറഞ്ഞാൽ ചുമ്മാ പരിഹസിച്ചതല്ലേ. അതുകൊണ്ട് അനങ്ങിയില്ല. തിരിച്ചിങ്ങി വന്നു. തിരിച്ചു വന്നാലേ പറയും, മുങ്ങിയോ? ഇല്ല, എനിക്ക് കാശിക്ക് പോകണം. നീ പിടിക്കുന്നത് ജയിക്കണോ ഞാൻ പിടിക്കുന്നത് ജയിക്കണോ? അവ പറഞ്ഞു, ദാസ്ഗനു ഇങ്ങനെ ആലോചിച്ച് നോക്കി, ശരിയാണല്ലോ, ഞാൻ പിടിക്കുന്നത് ജയിക്കണോ അതോ സായീശ്വരൻ പിടിക്കുന്നത് ജയിക്കണോ? ദാസ്ഗനു ചോദിച്ചു, ആര് പിടിക്കുന്നതാ ജയിക്കുക? സായീശ്വരൻ പറഞ്ഞു, ഞാൻ പിടിക്കുന്നത് ജയിക്കൂ, നീ പിടിക്കുന്നിടം ജയിക്കുകയില്ല. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ ആ ചളിവെള്ളത്തിനകത്ത് പോയി മുങ്ങിയാൽ മതി. ദാസ്ഗനു പിന്നെ അവസാനം വഴങ്ങി. അദ്ദേഹം അടുത്തുകൂടി ഉണ്ടായിരുന്ന ചളിവെള്ളം ഒഴുകുന്ന ഒരു തോടോ ഏതാണ്ട് ഉണ്ടായിരുന്നു, അതിനകത്ത് പോയി ചളിവെള്ളമാണോ എന്നുപോലും നോക്കാതെ, ജലം മലിനമാണോ എന്നുപോലും നോക്കാതെ അതിനകത്ത് പോയി മുങ്ങിയതിന് ശേഷം തിരിച്ചു കയറി ഇങ്ങി പോന്നു. തോർത്താതെ തിരിച്ചു കയറി വന്നു. തിരിച്ചു കയറി വന്നപ്പോൾ ചോദിച്ചു, നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യമുണ്ടോ നോക്ക്. പുള്ളി ഇങ്ങനെ ശരീരം നോക്കിയപ്പോൾ വളരെ മലിനമായ ഒരുപാട് ചപ്പും ചവറും മാലിന്യങ്ങളും കിടന്ന തോടാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെങ്ങും ഒരു ചപ്പുമില്ല, ചവറുമില്ല, മാലിന്യമില്ല. ഫ്രഷായിട്ട് കുളിച്ചിട്ട് കയറി വന്നാൽ എങ്ങനെയോ അതുപോലെയാണ് ശരീരം. അതിന് ശരീരത്തിൽ മാലിന്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, നീ ഗംഗയിലാണ് കുളിച്ചത്, സംശയിക്കണ്ട എന്ന് പറഞ്ഞു. ഗംഗയിലാണ് കുളിച്ചതെന്നുള്ളത് ദാസ്ഗനു അംഗീകരിക്കുകയും ചെയ്തു. അദ്ദേഹം പിന്നെ കാശിക്ക് പോയില്ല. ഈ ഗുരു എന്താണോ പറയുന്നത് അതിനെ വിശ്വസിക്കാനാണ് ഗുരു നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഈ ജയന്തി ആഘോഷിക്കുന്ന സമയത്ത് ജീവിതത്തിന് മൊത്തത്തിലുള്ള ഒരു മെസ്സേജാണ്, ദൈനംദിന കാര്യങ്ങളിലുള്ള മെസ്സേജാണ് സായീശ്വരൻ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഈ മെസ്സേജ് ചിന്തിക്കാതെയാണ് പലപ്പോഴും ഓരോ പരിഗണനകളിലേക്ക് പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഏത് അവസ്ഥയിലിരിക്കുന്ന ആളിന് കൊടുത്ത ഉപദേശമാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരേ ഉപദേശമായില്ല കൊടുക്കുക. ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ഉപദേശമാണ് കൊടുക്കുക. അത് ഒരാളിന് കൊടുക്കുന്നതല്ല മറ്റൊരാളിന് കൊടുക്കുന്ന ഉപദേശം. അതുകൊണ്ട് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ജനറലൈസ് ചെയ്തുകൊണ്ട് ഇത് ഇന്ന സാഹചര്യം വരുമ്പോൾ ഇന്നതാണ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് പറയാനൊക്കെയില്ല. ഗുരുക്കന്മാരാരും അങ്ങനെ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പറയാനും പറ്റില്ല. അത് ഓരോ അവസ്ഥയിലുള്ളവർക്ക് ഓരോ അവസ്ഥയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഒരു മാതാപിതാക്കൾ ഇങ്ങനെ അടുക്കൽ ഇങ്ങനെ വന്നു. സായിനാഥൻ്റെ അടുക്കൽ വന്നതിന് ശേഷം അവർ പറഞ്ഞു, അവരുടെ വീട്ടിലെ ഒരു പ്രത്യേക സെക്റ്റിൽപ്പെട്ടവർ അവരുടെ വീട്ടിലുണ്ടായിരുന്ന 2 പെൺകുട്ടികളാണ്, 2 പേരെയും പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പിന്നെ ഈ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ചില സെക്റ്റിൽപ്പെട്ടവർ സാധാരണഗതിയിൽ ചെയ്യുന്നത് അങ്ങനെ, നിങ്ങളാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരിങ്ങനെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെവിടെങ്കിലും നോട്ടം വിട്ട് വെച്ചിരിക്കുന്ന പെൺപിള്ളേരെ മുഴുവൻ അടപടപ്പ് പിടിച്ചോണ്ട് പോകും. കാരണം അത് പാപകർമ്മമല്ല, അതുകൊണ്ട് അവരങ്ങ് പിടിച്ചോണ്ട് പോകും. ഹിന്ദുവിനെ സംബന്ധിച്ച് അത് പാപകർമ്മമായതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല.
അപ്പോൾ ഈ പെൺകുട്ടികളെ രണ്ടെണ്ണത്തിനും കൂടെ പിടിച്ചുകൊണ്ട് അവിടുത്തെ, അതായത് ഒരു ഗ്രാമത്തിൽ 120ഓളം വീടുകളാണ്. അതിൽ 20 വീടുകൾ മുസ്ലിങ്ങളുടേതാണ്, 100 വീടുകൾ ഹിന്ദുക്കളുടേതാണ്. ഇവർ വന്ന് ഇതും പിടിച്ചോണ്ട് പോയി. പെൺപിള്ളേരെയും ബലമായിട്ട് പിടിച്ചിറക്കിക്കൊണ്ട് പോയി. അവിടെ ഭയങ്കര അടിയും ബഹളവും കരച്ചിലും ഭയങ്കര ബഹളമാണ്. അവന്മാരൊന്നും വകവെക്കുകയില്ല. കാരണം ഇത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് പിടിച്ചോളാൻ. അതുകൊണ്ട് പിന്നെ അവർക്ക് പാപബോധമില്ല, കൊണ്ടങ്ങ് പോയി. അവർ സാധാരണഗതിയിൽ അവതാരമൂർത്തികളായ ഗുരുക്കന്മാരാണെങ്കിൽ എന്താ ചെയ്യുക? ശമവും ദമവും തപവും ഒക്കെ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഈ വീട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് സായിനാഥൻ്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. കുഞ്ഞുങ്ങളെ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ ദുഃഖമാണ്. അവർ ഉറങ്ങിയിട്ടില്ല, ഭ്രാന്തിൻ്റെ വക്കിലെത്തി അങ്ങനെ നിൽക്കുക. അദ്ദേഹം നിശ്ചലമായിട്ട് ആ ദ്വാരകാമായിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, അപ്പം ഞാൻ എന്ത് ചെയ്യണം? അല്ല, അവർക്ക് സമാധാനം കിട്ടണം, അതിന് ഞാൻ എന്ത് ചെയ്യണം? അല്ല, സമാധാനം കിട്ടാൻ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അതെൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, അത് ബപ്പാസ്വാമിയോട് പോയി പറയുക എന്ന് പറഞ്ഞു. അതാരാ ബപ്പാസ്വാമി? അത് ഷിർദിക്ക് അടുക്കൽ തന്നെ ഏതാനും കിലോമീറ്റർ ദൂരെയായി ഒരു മനുഷ്യൻ താമസിക്കേണ്ട വഴി, അവിടെ ദാസ്ഗനുവോ ശ്യാമോ ഒക്കെ കൂടി ആ വഴി പറഞ്ഞു കൊടുത്തു. അവിടെ പോയാൽ മതി, ബപ്പാസ്വാമി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അവിടെ ഉണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവരത് ശരിയാണ് എന്ന് കരുതി, ഏതോ മഹാപുരുഷനാണെന്ന് കരുതി ഇവർ തപ്പിച്ചെന്ന് ബപ്പാസ്വാമിയുടെ അടുക്കൽ ചെന്നു. ആ ബപ്പാസ്വാമിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ മുറിയിൽ നിന്ന് ഒരു മേതുര ദീർഘകായൻ എന്ന് കവി പറയുന്നത് പോലെയുള്ളൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. 6.5 അടി ഉയരവും നെഞ്ചത്ത് 3-4 രുദ്രാക്ഷമാലയും ഒക്കെ ഇട്ടുകൊണ്ട് വാജാനുബാഹുവായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ സ്വാമി പറഞ്ഞു വിട്ടതാ സായീശ്വരൻ. അതെന്തിനാ പറഞ്ഞു? അയ്യോ, അവിടുന്ന് എന്തോ പറഞ്ഞത്, ഇങ്ങനെ പോലെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതിന് ഞങ്ങൾക്കൊരു സമാധാനം കിട്ടാനുള്ള വഴി പറഞ്ഞു തരണം. അവിടുന്ന് പറഞ്ഞതാണോ? അതെ. ആ, സമാധാനം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സമാധാനം നമുക്ക് ഉണ്ടാക്കാൻ കുഴപ്പമില്ല, ഞാൻ അദ്ദേഹത്തെ പോയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എല്ലാവരും എന്ന് പറഞ്ഞു. അത് അവരങ്ങ് തിരിച്ച് വീട്ടിൽ പോയി. ഇപ്പോൾ സമാധാനം ഉണ്ടാകുമല്ലോ എന്ന് കരുതി വീട്ടിൽ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികളെ രണ്ടുപേരെയും അദ്ദേഹം കൊണ്ടുവന്ന് ഇവരുടെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ ഇത് എന്ന് വിചാരിച്ചു. പിന്നീടാണ് കാര്യം വ്യക്തമായിട്ടും മനസ്സിലാകുന്നത്. 20 മുസ്ലിം കുടുംബങ്ങളല്ലേ ഉണ്ടായിരുന്നത്, 20 വീടുകളും തകർത്തു. 20 വീട്ടിലും ഉണ്ടായിരുന്നവരെ ഗ്രാമത്തിൽ നിന്ന് ഓടിച്ചു. 100-150 വീടുകൾ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമാണ്. ഈ 20 മുസ്ലിങ്ങളേ ഉള്ളൂ. അവരാണ് 100 കുടുംബങ്ങളോളം വരുന്നവരെ ഭരിക്കുകയും അവരെ ശാസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഈ അധർമ്മങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എല്ലാം ഇടിച്ച് നിരത്തി നശിപ്പിച്ച് ഗ്രാമത്തിൽ നിന്ന് ഓടിച്ചു. എന്നിട്ട് ഈ പെൺകുട്ടികളെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് രക്ഷിതാക്കൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് എന്തൊരു അധർമ്മമാണ് കാണിച്ചത്. ബപ്പാസ്വാമി പറഞ്ഞു, ഞാൻ എന്തോ ചെയ്യാനാ? എന്നോട് സ്വാമി പറഞ്ഞു, നീ ഗൃഹസ്ഥനല്ലേടാ, ആന്നു, നിന്റെ ധർമ്മമല്ലേ, നീ പോയി ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പോയി ചെയ്തു. ഉത്തരവാദിത്വം സ്വാമിക്കാണ്, എനിക്കല്ല. അപ്പൊ എന്നിട്ട് ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നീട് ബപ്പാസ്വാമിയോട് സായി പറയുന്നുണ്ട്, ഗൃഹസ്ഥന്റെ ധർമ്മമാണ് ഇത്. രാജ്യധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട്, രാജ്യം സന്യാസധർമ്മമല്ല പിന്തുടരേണ്ടത്, ഗൃഹസ്ഥ ധർമ്മമാണ് പിന്തുടരേണ്ടത്. എന്നിട്ട് കൃത്യമായി ഉപദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സന്യാസധർമ്മം ഉപദേശിച്ചു കൊടുക്കരുത്. ഗൃഹസ്ഥന് ചെന്നാൽ സായിനാഥൻ ആരോടും ഗൃഹസ്ഥധർമ്മമല്ലാതെ സന്യാസധർമ്മം പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ പലപ്പോഴും ജീവചരിത്രം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ എന്താണ് ജീവിതകാലം മുഴുവൻ സായീശ്വരൻ ചെയ്തത് എന്ന് ശ്രദ്ധിക്കാറില്ല. നമ്മൾ അന്ധമായ ഒരു ഭക്തിയിലേക്ക് പോവുക ചെയ്യുക. അന്ധമായ ഭക്തിയിലേക്ക് പോയിട്ട് കാര്യമില്ല. എന്തൊക്കെയാണോ സായിനാഥൻ ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തത്, എന്തൊക്കെ ഉപദേശങ്ങളാണോ നമുക്ക് തന്നത്, ഈ ഉപദേശങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഭൗതികമായി നമ്മുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണോ സായിനാഥൻ ഉപദേശിച്ചിട്ടുള്ളത്, ഇത് വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇതിലേക്ക് ഊർന്നു പോയിക്കൊള്ളണം, ഇതിലേക്ക് ഡീപ്പായ ഒരു അവബോധത്തിലേക്ക് പോകണം എന്ന് സായിനാഥൻ തന്നെ ഉപദേശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഓരോ ജയന്തിയും അതിനുള്ള ഒരവസരമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അത് കഴിഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡിസ്കഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര മണി വരെയാണ് ഉദ്ദേശിക്കുന്നത്? എന്നോട് ആദ്യം ഒന്ന് പറഞ്ഞത് 12 വരെ, അതിനാണ് ഞാൻ നിർത്തിയത്.
ആരോ നിർദ്ദേശിച്ചിരുന്നത് 12 വരെ എന്നായിരുന്നു. ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടവർക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചോളൂ. രാധാകൃഷ്ണൻ പുസ്തകം എഴുതാനിടയായ സാഹചര്യം രാധാകൃഷ്ണൻ പുസ്തകം എഴുതാനിടയായ സാഹചര്യം, രാധാകൃഷ്ണനോട് ഈ മീറ്റിങ്ങുകൾക്ക് പോകുന്ന സമയത്ത് ആൾക്കാർ സംശയം ചോദിക്കുമായിരുന്നു. അപ്പോൾ സംശയം ചോദിക്കുമ്പോൾ പുള്ളി ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, പുള്ളി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉത്തരം പറയും. അങ്ങനെ വരുമ്പോൾ അതിന് പ്രമാണം എന്താണെന്ന് ആൾക്കാർ ചോദിക്കും. അങ്ങനെ സായി പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ തന്നെ സായി നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുള്ളിക്കൊരു തോന്നൽ വന്നത്, അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം മലയാളത്തിലേക്ക് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു രസം, പരീക്ഷാഭവൻ്റെ 2ാമത്തെ നിലയിലാണ് ഞാൻ ഇരിക്കുന്ന എൻ്റെ ചെയർ, 3ാമത്തെ നിലയിലാണ് രാധാകൃഷ്ണൻ്റെ ചെയർ. പുള്ളി എൻ്റെ മുമ്പിൽ കൂടെയാണ് വന്ന് കടന്ന് മുകളിലോട്ട് പോവുക. പുള്ളി ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ആകെ ഉണ്ടായിരുന്ന മുണ്ടെടുത്ത കക്ഷികൾ ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം പാൻസ് ഇട്ടുകൊണ്ടാണ് വരിക. മുണ്ടെടുത്ത കക്ഷി എന്നുള്ള നിലയ്ക്ക് പുള്ളി എപ്പോൾ കടന്നു പോയാലും എന്നോടൊന്ന് സംസാരിച്ച് വിഷ് ചെയ്തതിന് ശേഷമേ പോവുള്ളൂ. അതിൽ കൂടുതൽ യാതൊരു വിവരങ്ങളും പുള്ളിക്ക് അറിയില്ല, ഒന്നും ചോദിച്ചിട്ടില്ല, പേര് പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ മുമ്പോട്ട് പോകും, കുറച്ചു നേരം നിന്ന് സായിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയും, പറഞ്ഞതിന് ശേഷം മേലോട്ട് കയറി അങ്ങ് പോകും. തിരിച്ചു വരുമ്പോഴും പുള്ളി സായിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയും, അതിനുശേഷം തിരിച്ചിറങ്ങി അങ്ങ് പോകും. അപ്പോൾ ഒരു തവണ വന്നിട്ട് പറയും, ഞാൻ ഇങ്ങനെ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്, അതിനിപ്പോൾ എന്താ ഒരു മറുപടി പറയുക. ഞാൻ പറഞ്ഞു, സച്ചരിതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഒരു പരിഹാരമാകുമല്ലോ എന്ന് തോന്നുന്നു, അത് ഞാനും വിചാരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്താട്ടെ, സായിയുടെ തന്നെ അനുവാദം വേണം, സ്വയം തീരുമാനിക്കരുത്. സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഫലത്തിലൊന്നും വരികയില്ല. അപ്പോൾ അനുവാദം എങ്ങനെയാണ് ചെന്ന് അനുവാദം മേടിക്കുക, ഏതായാലും പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ സായി PR അത് കഴിഞ്ഞ് 2-3 തവണ പുട്ടപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഒരു തവണ പുട്ടപ്പുറത്തേക്ക് പോയപ്പോൾ പുള്ളി പറഞ്ഞു, എന്തെങ്കിലും ഒരു സൈൻ കിട്ടുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് നേരത്തെ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ കയറാം എന്നുള്ള ധാരണയ്ക്ക് പുള്ളി രാവിലെ എഴുന്നേറ്റ് നേരത്തെ വന്നതാണ്. പക്ഷേ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയം ഒന്ന് ഫുള്ളായിപ്പോയി. അപ്പോൾ ഓഡിറ്റോറിയം ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ റോഡിൽ നിൽക്കാനേ പറ്റൂ. അവിടെ ഒരു കല്ല് ആരോ എടുത്തിട്ടിരുന്നു. ഈ വിദ്വാൻ ആ കല്ലിൻ്റെ മണ്ടയ്ക്ക് കയറി ഇങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ എന്തോ ചോദിക്കാനാണ്, പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് എങ്ങനെ ചോദിക്കും, എന്ത് മെസ്സേജാണ് കിട്ടുക എന്നിങ്ങനെ സംശയിച്ചു നിന്നു. അപ്പോൾ സൈഡിലാണ് നിൽക്കുന്നത്. ഈ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൻ്റെ മധ്യത്തിലാണല്ലോ സ്റ്റേജിൽ വന്നിരുന്ന സായി ഈശ്വരൻ പുള്ളിയുടെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടായ സമയത്ത് തന്നെ ഇങ്ങോട്ട് പുള്ളിയെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അതിനുശേഷം പിന്നെ മുന്നോട്ടങ്ങ് നോക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സൈനല്ലേ. ഇപ്പോൾ ആർക്കാണോ ആ സൈൻ കിട്ടിയത് ആ ആളിനത് മനസ്സിലായി, ഇങ്ങനെ കാണിച്ചു. ഇത് ആരോടാ കാണിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. പുള്ളിക്ക് പിടികിട്ടി പുള്ളിയോടാണ് കാണിച്ചതെന്ന്. പുള്ളി പിന്നെ തിരിച്ചിങ്ങി പോരുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ 6-7 അധ്യായങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും എണ്ണം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഇതിനകത്ത് ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നൊരു സംശയം വന്നു. കാരണം ഇന്ദിരാ ഖൈർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹി ഹൂ ഈസ് ദ പ്രിസർവർ ഓഫ് ഓൾ, ഹി ഹൂ ഈസ് ദ സസ്റ്റെയിനർ ഓഫ് ഓൾ, ഇങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണോ അതോ മറ്റേതെങ്കിലും ഒരു തലത്തിൽ വേണോ എന്ന് ഭയങ്കര സംശയമായി. 1. 2, ഇതിനകത്ത് സംസ്കൃതത്തിലെ ദർശനങ്ങളിലെ വാക്കുകൾ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ വാക്കുകൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇത് അവിടെ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യും, ഇതൊരു പ്രശ്നമായി. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സമ്പ്രദായങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, സംസ്കൃതം അറിഞ്ഞിരിക്കണം, ദർശനശാസ്ത്രം അറിഞ്ഞിരിക്കണം, നോർത്ത് ഇന്ത്യയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം, കുറച്ച് ഹിന്ദിയും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ഒരാളിന് മാത്രമേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റൂ, എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരാളിനെ എങ്ങനെ എഡിറ്റ്? അപ്പോൾ 2-3 പേരോട് വിചാരിതി എന്ന് പറഞ്ഞു എഡിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അത് അതിനകത്ത് പ്രശസ്തരായ വ്യക്തികളുണ്ട്. സാക്ഷാൽ നമ്മുടെ സിനിമാ നടനായിരുന്ന നരേന്ദ്രപ്രസാദിനോട് എന്ന് പറഞ്ഞു, എൻ്റെ അമ്മച്ചി എന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് മാറി. അത് കഴിഞ്ഞ് കവി D. വിനയചന്ദ്രനോട് പറഞ്ഞു. വിനയേന്ദ്രൻ പറഞ്ഞു, അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ ഏത് പുസ്തകം വേണേലും എഡിറ്റ് ചെയ്യാം, ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞപ്പോൾ
കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ ഉണ്ടായിരുന്ന തുളസി സാറ് ഉണ്ടായിരുന്നല്ലോ, തുളസീധരൻ നായർ സാർ. പുള്ളിയെ കണ്ട് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറയും, നീ വിഷമിക്കുന്നേ, അത് വിഷമിക്കുകയൊന്നും വേണ്ട, ഇത് ഇത്രയും സായിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ബാക്കിയൂടെ സായിക്ക് ചെയ്തുകൂടെ, നിനക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം വരും, അതുകൊണ്ട് നീ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. നിർദ്ദേശം കിട്ടുന്നത് വരെ ചുമ്മാ ട്രാൻസ്ലേറ്റ് ചെയ്യുക, നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് പുള്ളി പിന്നെ ആളിനെ തപ്പുന്നതങ്ങ് നിർത്തി കഴിഞ്ഞ് 6-7 അധ്യായങ്ങളായി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ദിവസം രാവിലെ ഒരു സ്വപ്നം ഉണ്ടായി. അതായത് ആ സ്വപ്നത്തിനനുസരിച്ച് പുള്ളി അങ്ങ് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, നമ്മൾ ഈ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ഈ വാലിഡിറ്റി എങ്ങനെയാണ് വരിക? അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വപ്നത്തിൻ്റെ വാലിഡിറ്റി വരുന്നത് ആചാര്യന്മാർ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതായത് രാത്രിയുടെ 3-ാം യാമത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ, 3-ാം യാമം, 4-ാം യാമം, 4-ാമത്തെ യാമത്തിന് പറയുന്ന പേരാണ് സരസ്വതീ യാമം. ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. അപ്പോൾ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം, 9 മുതൽ 10, 11, 12 വരെ 2-ാം യാമം, 1 മുതൽ 3 വരെ, 12 മുതൽ 3 വരെ 3-ാം യാമം, 3 മുതൽ 6 വരെ 4-ാം യാമം. അപ്പം 4-ാമത്തെ യാമത്തിൽ കാണാം 3 മണിക്ക് ശേഷം കാണുന്ന സ്വപ്നങ്ങൾ. അതുപോലെ തന്നെ ദഹനക്കേടില്ലാത്ത സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ. നമുക്ക് പലപ്പോഴും നമ്മൾ വൈകുന്നേരം വയറ് നിറച്ച ഭക്ഷണം കഴിക്കുന്നതിൽ ദഹനക്കേടുണ്ടാകും. ആ സമയത്ത് നമ്മൾ പല ദുസ്വപ്നങ്ങളും കാണും, നല്ല സ്വപ്നങ്ങളും കാണും. എന്ത് കണ്ടാലും വാലിഡല്ല, അനാവശ്യമാണ്. അതുകൊണ്ട് അത് എടുക്കുകയില്ല. വയറ് കാലിയായിട്ടിരിക്കുന്ന സമയത്ത് രാത്രിയുടെ 4-ാം യാമത്തിൽ സൈഡ് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് കാണുന്ന സ്വപ്നങ്ങളാണ് വാലിഡ്. അതൊരു മെസ്സേജ് ആയിരിക്കും. മലന്ന് കിടന്നാൽ കാണുന്ന സ്വപ്നങ്ങളും വാലിഡല്ല. അങ്ങനെ അത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അതെന്താ കണ്ടത്? അത് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ 9 അധ്യായങ്ങളും കൂടെ എൻ്റെ മേശപ്പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഞാൻ കണ്ടത്, ഞാൻ ഇത് മുഴുവനും കൂടെ കൊണ്ടുവന്ന് അങ്ങയുടെ മേശപ്പുറത്ത് ഇടുന്നതായിട്ടാണ് ഈ സ്വപ്നം കണ്ടത്. ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മേശപ്പുറത്ത് ഇട്ടതിന് ശേഷം പുള്ളി കയറിയാൻ പോയി. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അപ്പോൾ ഇത് എന്തോ ഒരു സെലക്ഷൻ പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനത് മുഴുവനും കൂടെ എടുത്തുകൊണ്ട് പോയി അതൊക്കെ 2ാമത് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പുള്ളിയോട് ആവശ്യപ്പെട്ടു. അവരുടെ എന്തിനാണ് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഈ ഹേമത് പാന്തിന് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് വാക്യങ്ങൾ അതേപടിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. അതിന് പകരം ഓവിയിൽ ഭഗവാൻ എന്താണോ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതേപോലെ വേണം. അപ്പോൾ റിലേറ്റീവ് പ്രോനൗണൊക്കെ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി വീണ്ടും അതേ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ഇത് മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരികയും മുഴുവൻ നോക്കുകയും ചെയ്തു. കൊണ്ടുവന്നു നോക്കി അങ്ങനെയാണത് കംപ്ലീറ്റ് ആകുന്നത്. അതിൻ്റെ അവസാന അധ്യായങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഇത് ഈ സായിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്കെല്ലാം ഒരു വലിയ ആർത്തി വരുന്നത് അത്ഭുതങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. സായി പ്രശസ്തനായിരിക്കുന്നത് തന്നെ അത്ഭുതങ്ങൾ വഴിയാണ്. ഈ അത്ഭുതങ്ങളൊക്കെ വിസിറ്റിംഗ് കാർഡ്സ് ആണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുക്കിലേക്ക് വരും, ഞാൻ ആരാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത്. എനിക്ക് പ്രപഞ്ചത്തിൻ്റെ, അതായത് ഭൂതാധീശത്വം എന്ന് അധ്യാത്മശാസ്ത്രങ്ങൾ പറയും. 5 ഭൂതങ്ങളുടെയും മേൽ, പൃഥ്വി അതായത് കര, കട്ടിയുള്ള മണ്ണ്, ദ്രാവകം, അഗ്നി, നമ്മുടെ ശരീരത്തിലെ പ്രാണോർജത്തിനും അഗ്നി എന്നാ പറയുക, വായു, ആകാശം, സ്പേസ്, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ 5 എണ്ണത്തിൻ്റെയും മേൽ എനിക്ക് നിയന്ത്രണമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ ഇന്നയാളാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. എന്തിനാ അങ്ങനെ ബോധ്യപ്പെടുത്തി തരുന്നത്? അങ്ങനെ ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ടോ? ആവശ്യം നിങ്ങൾ കള്ളന്മാരുടെ പുറകെ പോകരുത്. നിങ്ങളൊരു യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി, 99.4% കള്ളന്മാരാ. എത്ര ഗുരുക്കന്മാരെ വേണേലും കിട്ടും. കള്ളന്മാർ ഇതിനകത്തൊരു 90% എണ്ണത്തിനെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന കക്ഷികളാണ് യൂട്യൂബിലുള്ള ഗുരുക്കന്മാരുടെ 90%.
മുഴുവൻ കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവന്മാരാണ് മുഴുവൻ. അപ്പൊ ഇതിന് ഒരിക്കൽ സായിനാഥനോട് തന്നെ ചോദിച്ചു, ഈ കള്ളന്മാരെയും അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള ഗുരുക്കന്മാരെ എങ്ങനെ തിരിച്ചറിയും? അപ്പോൾ ഒരു നിർദ്ദേശം കൊടുത്തത് നമുക്കും വളരെ പ്രസക്തമാണ്. നിങ്ങളൊരാളിനെ, ഒരു ആചാര്യനെ കണ്ടു കഴിഞ്ഞാൽ അയാളോട് ചോദിക്കണം താങ്കൾ ഏത് ഗുരുവിൽ നിന്നാണ് ഉപദേശം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചവന് മാത്രമേ മറ്റുള്ളവർക്ക് ഈ അധ്യാത്മശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവകാശം ഉള്ളൂ. താങ്കളുടെ ഗുരു ആരാണ്? താങ്കളുടെ ആചാര്യൻ ആരാണ്? 1. 2, ആരിൽ നിന്നാണ് മന്ത്രോപദേശം സ്വീകരിച്ചിരിക്കുന്നത്? അപ്പൊ അത് രണ്ടാമത്തെ സംഗതി. ഇനി മന്ത്രോപദേശം ഇല്ലെങ്കിൽ ഏത് സമ്പ്രദായത്തിൽ നിന്നാണ് ദീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ സായി സമ്പ്രദായത്തിൽ മന്ത്രദീക്ഷ കൊടുക്കുന്ന ഇടപാട് ഇല്ല. പക്ഷേ സായി സമ്പ്രദായത്തിലേത് ഒരു പേര് പറയും, ഇൻഡയറക്റ്റ് എന്ന അർത്ഥം വരുന്ന ഒരു വാക്കുണ്ട്. അത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് പറയുമല്ലോ. പ്രത്യക്ഷം പരോക്ഷം, കറക്റ്റ്. പരോക്ഷ ദീക്ഷ എന്ന് അതിന് പറയുക. മന്ത്രദീക്ഷ ഇല്ലാത്ത അവസ്ഥയല്ല. പ്രത്യക്ഷ ദീക്ഷ എന്ന് പറയുന്നത് മന്ത്രം നേരിട്ട് കൊടുക്കുക. പരോക്ഷ ദീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ വന്ന് കുറെ കാലമായിട്ട് ഭഗവാനെ കുറിച്ച് ഇങ്ങനെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഭഗവാൻ അവതാരം തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അജ്ഞാത മുഹൂർത്തത്തിൽ നിങ്ങൾ വന്ന് നമസ്കരിക്കുന്നത് ഇത് പൂർണ്ണമായും ഈശ്വരനാണ്, ഗുരുവാണ് എന്നറിഞ്ഞുകൊണ്ടായിരിക്കും നമസ്കരിക്കുക. ഇത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താ നിൽക്കുക. ആ ഒറ്റ നമസ്കാരത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കഴിയും? പരോക്ഷ ദീക്ഷ കിട്ടിക്കഴിയും. പലതരത്തിലുള്ള ദീക്ഷകൾ ഗുരുക്കന്മാർ കൊടുക്കും. നയന ദീക്ഷ എന്ന് പറയും, നോക്കുക മാത്രമേ ചെയ്യൂ. മന്ത്രം കൊടുക്കുന്നത് മന്ത്രദീക്ഷയാണ്. പ്രാണദീക്ഷ എന്ന് പറയും, പ്രാണദീക്ഷ കൊടുക്കും. ഇതിനെ പരോക്ഷ ദീക്ഷ എന്നാ പറയുക. അതായത് സായി സമ്പ്രദായത്തിൽ ദീക്ഷയില്ലെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. പരോക്ഷ ദീക്ഷ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ദീക്ഷ കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളോട് അധ്യാത്മശാസ്ത്രം പ്രസംഗിക്കാൻ വരുന്നവനോട് ചോദിക്കണം. ഈ 3 കാര്യങ്ങൾ ശരിക്കുത്തരം കിട്ടുന്നില്ല ഈ 3 ചോദ്യങ്ങൾക്കെങ്കിൽ അയാൾ പറയുന്ന വഴിയെ പോകരുത്. അപ്പൊ ഇത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പറയുന്ന മുഴുവൻ അബദ്ധമായിരിക്കും. പലപ്പോഴും പല വീരന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബിനകത്ത്. അബദ്ധ പഞ്ചാംഗങ്ങളാ പറയുന്നത് മുഴുവൻ. അതോ വിശ്വസിക്കാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന മനുഷ്യരെ വിശ്വസിച്ച് പോകും. നമ്മൾ ഭാഗവത സപ്താഹം നടക്കുന്നിടത്ത് യജ്ഞാചാര്യന്മാർ പറയുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഭയങ്കര വിശ്വാസമാണ്. പറഞ്ഞ് ഇളക്കി മറിച്ചു കളയും. അബദ്ധങ്ങളാ പറയുന്നത് മുഴുവൻ അബദ്ധങ്ങളാ വിളിച്ച് പറയുന്നത് മുഴുവൻ. ഭാഗവതം ശരിക്ക് സൈദ്ധാന്തികമായിട്ട് പഠിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. അത് മഹാ അബദ്ധമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ആചാര്യന്മാരെ ഇങ്ങനെ നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് സായീശ്വരൻ ഈ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത അതിന് ഉണ്ടെന്ന് സായിനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ പൂർണ്ണമായും ഇത് ഗുരുവാണ്, സദ്ഗുരുവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സായിനാഥൻ ഒരു മിറക്കിളും കാണിക്കുകയില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിളൊന്നും വരികയില്ല. അതാ എൻ്റെ ഒരു പ്രത്യേകത വരിക. അപ്പോൾ ഞാനിത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവസാന അധ്യായങ്ങളോട് അടുത്ത സമയത്ത് എനിക്കൊരു സംശയം തോന്നി, ഒരു മിറക്കിളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്നൊരു സംശയം തോന്നി. അപ്പം ഞാനിതിങ്ങനെ എഡിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സായിനാഥനെ അറിയുന്നുണ്ട് എന്നുള്ളത് എന്നെ ഒന്ന് അറിയിച്ചാൽ നമുക്ക് രസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സ്വപ്ന ദർശനമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ അവസാനത്തെ അധ്യായം നോക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഉള്ള സമയത്ത് വയറ് കാലിയായിരുന്നു, ഇടതുവശം ചരിഞ്ഞ് കിടക്കുകയായിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ ഒരു സ്വപ്നം കാണുന്നത് വിചിത്രമായിട്ടാണ്. ഞാൻ ഈ ദ്വാരകാമായിയിൽ സായീശ്വരൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ കാൽക്കൽ ചെന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു, നീ ഓരോ കാര്യം ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ലെന്നാണോ നിൻ്റെ വിചാരം എന്ന് ചോദിക്കണം. എന്നിട്ട് കാര്യം എൻ്റെ വലത്തെ ചൂണ്ടുവിരലും തള്ളവിരലും കൂടെ ചേർത്തിട്ട് സ്വന്തം ചെവി പിടിച്ച് നോക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഈ 2 വിരലും കൂടെ ചേർത്ത് എൻ്റെ ചെവിയിലേക്ക് തന്നെ ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൽ നിന്ന് ഓം എന്നിങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഇതാണ് സ്വപ്നം. ഇതങ്ങ് അവസാനിച്ചു പെട്ടെന്ന്. അത് ഞാൻ വീണ്ടും ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ സ്വപ്നമാണ്.
ഈ സ്വപ്നം 3 തവണ ആവർത്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു മെസ്സേജാണ്. ഇതെന്ത് മെസ്സേജാണ് എന്ന് മനസ്സിലായില്ല. എന്നാലും അത് മെസ്സേജ് എന്താണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രസമുണ്ടായിരുന്നു എന്നായിരുന്നു പിന്നത്തെ വിചാരം. അപ്പോൾ പിന്നെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിൽ എൻ്റെ കയ്യിൽ ഈ ബാംഗ്ലൂരിൽ നിന്നിറങ്ങുന്ന ഒരു അസ്ട്രോളജിക്കൽ മാഗസിൻ ഉണ്ടായിരുന്നു, ഡോക്ടർ BV രാമൻ്റെ. അതിൻ്റെ ഒരു കോപ്പി ആരോ കൊണ്ടുവന്ന് മേശപ്പുറത്തിട്ടിരിക്കുക. ഞാനതിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ആരോ എഴുതിയ ഒരു ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമ്മൾ പലപ്പോഴും ഈശ്വരൻ്റെ ഒരു ഇൻ്റർവെൻഷനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി തുടങ്ങുകയോ നമ്മുടെ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്താണല്ലോ എഴുതുന്നത് എന്നതിനകത്തൊരു വാക്യമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡിറ്റിംഗ് ആണ് ആ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ ഓരോ അക്ഷരത്തിലും പ്രണവമുണ്ട് എന്ന് ഉള്ള മെസ്സേജ് തരികയായിരുന്നു എന്ന് മനസ്സിലായി. എന്നുവെച്ചാൽ ഈ സായി സച്ചരിതത്തിനകത്ത് ഓരോ അക്ഷരവും ഓങ്കാരമാണ്, പ്രണവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സ്വപ്നദർശനം കിട്ടിയതെന്ന് പിന്നീട് മനസ്സിലായി. അതോടെ ആ മിറക്കിൾ വേണം എന്നൊരു ആഗ്രഹം തീരുകയും ചെയ്തു. പിന്നെ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പിന്നീട് അത് ശരിയാണെന്ന് ബോധ്യം വന്നത് ഈ സായി സച്ചരിതം ആദ്യത്തെ കോപ്പി പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പേരോട് ഇതിൽ പ്രത്യേക നിഷ്ഠയിൽ വായിക്കാൻ ആവശ്യപ്പെട്ടു. വായിച്ച സകലർക്കും, അതായത് ഒരു കേസിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. അത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്, ജോലി കിട്ടാത്തവർക്ക് ജോലി ഉണ്ടായിട്ടുണ്ട്. എത്ര സപ്താഹം നടത്തണമെന്നുള്ളൊരു സംശയം മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് ഒരു നിബന്ധനയിലില്ല. വിളക്ക് പോലും കൊളുത്തണ്ട. സായി സച്ചരിതം എഴുതുന്ന നിങ്ങൾ ആരും കാണാതെ രഹസ്യമായിട്ട് ഏതെങ്കിലും ഇരുട്ടറയിൽ വെച്ച് വായിച്ചാൽ മതി. പക്ഷേ അത് ഇത്ര തവണ വായിച്ച് കംപ്ലീറ്റ് ആക്കി കഴിയുന്നതോടെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കും. അത്ര വിചിത്രമായ ഒരു പുസ്തകമാണ്. അതിനെക്കുറിച്ച് എടുത്ത് പറയാൻ കാരണം അതിൻ്റെ സംക്ഷേപങ്ങൾ കിട്ടും. അത് മേടിക്കരുത്, അതിനാണ് പറഞ്ഞത്. അതിനകത്തെ കഥയെല്ലാം കൂടെ സംക്ഷേപമായിട്ട് കിട്ടും. അത് വാങ്ങി വായിക്കരുത്, അതിൻ്റെ പ്രയോജനമൊന്നുമില്ല. ഈ ഒറിജിനൽ ട്രാൻസ്ലേഷൻ മാത്രം വായിച്ചതുകൊണ്ടേ പ്രയോജനമുള്ളൂ. പലരും വേറെ സായി സച്ചരിതത്തിൻ്റെ ഇതിൻ്റെ കഥയെല്ലാം കൂടെ സംക്ഷേപിച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് ആർക്കും പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാനത് അവരോട് പറഞ്ഞു, ഞാനിത് വായിക്കാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഒറിജിനൽ വായിച്ചെങ്കിലേ പ്രയോജനം ഉണ്ടാവൂ എന്ന് കൃത്യമായിട്ട് അനുഭവമുണ്ട്. നമുക്കെന്നാൽ സമാപിക്കാം. ഇത്രയും നേരം ഇത് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത് സംസാരിക്കാൻ അനുവാദം തന്ന ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി.